ഇന്ന് പ്രസംഗിക്കുന്ന എന്നാണെന്നറിയാമോ? വഴി തുറക്കുന്ന ദൈവമുണ്ട്, വഴി അടയ്ക്കുന്ന ദൈവമുണ്ട്. ഇത് രണ്ടും ദൈവം ചെയ്യും. വഴി തുറക്കുന്നത് ഒരു നന്മയ്ക്കാണ്. ദൈവം ചില വഴികളെ അടയ്ക്കുന്നതും പെട്ടെന്ന് നമുക്ക് പിടികിട്ടില്ല. എന്തിനാ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, എന്താ ദൈവം ആ വഴി അടച്ചത്, ആ ഇഷ്ടം നടക്കാത്തത്, ആ കല്യാണം മാറിപ്പോയത് എന്നതാ? നമുക്ക് ചില വഴികളെ ദൈവം അടയ്ക്കും, ചില വഴികളെ ദൈവം തന്നെ മുന്നിൽ നിന്ന് തുറന്നു തന്ന് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. പ്രാർത്ഥിച്ച ഓരോ വ്യക്തികളെയും ആശ്വാസത്തിൻ്റെ ഉറവിടമാണ് യേശു, സമാധാനത്തിൻ്റെ ഉറവിടമാണ് യേശു. പ്രിയപ്പെട്ടവരെ, ഈ ആലയത്തിൻ്റെ അകത്തും വരാന്തകളിലും താഴത്തെ ചാപ്പലിലും മുറ്റം മുഴുവനും നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഈ ഹാളിൽ കയറാൻ ഒട്ടും സ്ഥലമില്ലാത്തത് കൊണ്ടാണ് പലരെയും താഴെ ഉള്ള സൗകര്യത്തിലിരിക്കാൻ ആവശ്യപ്പെട്ടത്. ഓരോരുത്തരും അത് നല്ല അർത്ഥത്തിൽ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന്, സഹകരണത്തിന് ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ്. പ്രാർത്ഥനയോടെ സഹകരിക്കുന്നതിന്, പ്രാർത്ഥനയോടെ ചേർന്ന് നിൽക്കുന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളെയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത്, ഇന്ന് കേൾക്കുന്ന ഈ വചനം ഇന്ന് ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് എന്നെക്കുറിച്ച് ചെറിയ ഒരു പദ്ധതിയുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തിന് എന്നെക്കുറിച്ച് വലിയ ഒരു പദ്ധതിയുണ്ടെന്ന് തന്നെയാണ്. ഇന്ന് ഈ ശബ്ദം ഈ വചനത്തിലൂടെ കേൾക്കുന്നെങ്കിൽ, ഈ വചനം നിങ്ങൾക്ക് കേൾക്കാൻ ഒരു സമയവും ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിൽ ഓർത്തോ, നിങ്ങൾ നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ചെറുതല്ല, വലിയൊരു പദ്ധതിയുണ്ട്. അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ആ കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് വളരെ സ്നേഹത്തോടെ, പ്രതീക്ഷയോടെ, ഇന്നൊരു അനുഗ്രഹത്തിൻ്റെ ദിവസം തന്നെയാണ്. ചേർന്ന് പാടാം. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു എന്നെ വിളിച്ചിടുന്നു, എന്നെ വിളിച്ചിടുന്നു. ചേർന്ന് പാടുമോ? ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു എന്നെ വിളിച്ചിടുന്നു, എന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, എന്നെ വിളിച്ചിടുന്നു. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി എന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ
ഉറവിടമാം ക്രിസ്തു എന്നെ വിളിച്ചിടുന്നു, എന്നെ വിളിച്ചിടുന്നു. നമ്മുടെ കണ്ണുകളടച്ച് ഈ വചനം കേൾക്കാൻ ഒരുങ്ങുമ്പോൾ, ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിലെത്തുന്നതിന് മുമ്പ് ഇങ്ങനെയൊരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ഒരു പ്രതിസന്ധിയിൽ, നിങ്ങളുടെ ഒരു വലിയ പ്രതികൂലത്തിൽ നിങ്ങളെ സഹായിച്ച ദൈവത്തെ നിങ്ങളുടെ ഐശ്വര്യകാലത്ത് മറന്നു പോയേക്കല്ല്, മറന്നു പോവല്ല്. ഈ അടുത്ത കാലത്ത് ഒരു കോടീശ്വരനായ ഒരാൾ മരണപ്പെട്ടു. എല്ലാം ഉണ്ട്, വിമാനമുണ്ട്, കാറുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഒരു നിമിഷം എല്ലാം അവസാനിച്ചു. ചില സമയത്ത് നമുക്കെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ ഒന്നുമല്ലാത്ത പോലെയാകും, മനസ്സ് ശൂന്യമാകും. ചില ദുർബല നിമിഷങ്ങളിൽ നമ്മൾ പൊട്ടിപ്പോകും. നമുക്കെന്തെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടി വേണം. എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ സഹായം നമുക്ക് വേണം. അല്ലെങ്കിൽ ചില ദുർബല നിമിഷങ്ങളിൽ, ചില സമയത്ത് നമ്മൾ ഒരു ബലൂണ് പോലെ പെട്ടെന്ന് പൊട്ടിപ്പോകും. നമുക്ക് വലിയ ആളുകളോട് ബന്ധമുണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, പണമുണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. ചില തകർന്ന സാഹചര്യത്തിൽ, പൊട്ടിത്തകർന്നു പോയ സമയത്ത്, ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ചില സമയങ്ങളിൽ, വാടിപ്പോയ നിമിഷങ്ങളിൽ, പറക്കുന്ന ചിറകിന് കേടുവന്നതുപോലെ ജീവിതത്തിൽ അനുഭവിച്ച നേരങ്ങളിൽ നമ്മളങ്ങ് തകർന്നു പോകുമല്ലോ എന്നോർത്ത സമയത്ത് നമ്മളെ പിടിച്ചു നിർത്തിയ, നമ്മളെ രക്ഷിച്ച, നമ്മളെ മുന്നോട്ട് നയിച്ച ആ നല്ല ദൈവത്തെ സമൃദ്ധിയുടെ സമയത്ത്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുന്ന സമയത്ത് മറന്നു കളയരുത്. അധ്വാന ഭാരത്താൽ വലയുന്നവരെ, ആശ്വാസമില്ലാതെ അലയുന്നവര് ഇതിന്നും ഉണ്ട്, ഇവിടെയുണ്ട്. ഒരല്പം ആശ്വാസമില്ല. അതുകൊണ്ടായിരിക്കും ഇന്ന് ഓടി ഇങ്ങോട്ടേക്ക് വന്നത്, ഒരാശ്വാസത്തിന് വേണ്ടി. കണ്ണുകളടച്ചൊന്ന് പാടിയേ. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, എന്തിന്? ആശ്വാസമില്ലാതെ വലയുന്നോരേ. നമ്മുടെ ജീവിതമാണ്. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതെ വലയുന്നോരേ. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി പറഞ്ഞു, എന്നെ വിളിച്ചിടുന്നു. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി എന്നെ വിളിച്ചിടുന്നു. അതുകൊണ്ട് ശബ്ദമുയർത്തി പാടുമോ? ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു എന്നെ വിളിച്ചിടുന്നു, എന്നെ വിളിച്ചിടുന്നു, എന്നെ വിളിച്ചിടുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തരും യോഗ്യരായി തീരുവാൻ ദൈവമാതാവേ നമുക്കിരിക്കാം. ഹല്ലേലൂയ. ഇന്ന് ഫെബ്രുവരി മാസത്തെ ആദ്യ വെള്ളിയാഴ്ചയാണ്. നമ്മളുടെ ഈ സ്ഥലത്തും ഈ അന്തരീക്ഷത്തിലും കൊള്ളുന്നതിലധികം ആളുകൾ
അകത്തും പുറത്തും ഇരിക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. ആദ്യമേ തന്നെ നിങ്ങൾ ഈ വചനമൊക്കെ കേൾക്കാനും പ്രാർത്ഥിക്കാനും ഈ സമയമില്ലാത്ത സമയത്ത് സമയം കണ്ടെത്തി വന്നതിനെ ഓർത്ത് ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണ്. നിങ്ങളെ ബഹുമാനത്തോടെ കാണുന്നു, നിങ്ങളെ അംഗീകരിക്കുന്നു, ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇന്നൊത്തിരി പ്രതീക്ഷയോടെയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മളൊരു വാർത്ത കേട്ടു. 56 വയസ്സുള്ള ഒരാൾ, അദ്ദേഹം തന്നെ മരിച്ചു. നമ്മളിത് വായിച്ചപ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ അദ്ദേഹം കോടാനുകോടി സമ്പത്തുള്ള ആളാണ്. പക്ഷെ പിന്നെ എന്തിനാണ് മരിച്ചത്? എല്ലാം ഉണ്ടെങ്കിലും, എല്ലാം ഉണ്ട്, പക്ഷെ എല്ലാം ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ചില സമയത്ത് നമ്മുടെ മനസ്സ് ദുർബലമായി പോകും. എല്ലാം ഉണ്ടെങ്കിലും, അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാം ഉണ്ടെങ്കിലും ദൈവത്തെ ഒരിക്കലും മാറ്റി നിർത്തരുത്. കാരണം ചിലപ്പോൾ നമ്മുടെ മനസ്സ് തകർന്നു പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് ആരും അടുത്തു വന്നു എന്ന് വരില്ല. നമ്മുടെ ദൈവം ആരാന്നറിയാമോ? മനസ്സ് തകരുമ്പോൾ പുറമേ നോക്കിയാൽ മനസ്സ് തകർന്നവരെ ഒന്നും പിടികിട്ടത്തില്ല. കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്കറിയുന്നത് ഈ മനുഷ്യൻ്റെ മനസ്സ് തകർന്നതാണല്ലോ. മനസ്സ് തകരുമ്പോൾ അടുത്തു വരുന്നവനാണ് ദൈവം. ഇവിടെയും ഇരിപ്പുണ്ട് മനസ്സ് തകർന്നു പോയവർ, വീണുപോയവർ, പൊട്ടിപ്പോയവർ, വെറുതെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവർ. മനസ്സ് തകർന്നിരിക്കുന്നവരോട് പറയുകയാണ്, മനസ്സ് തകരുമ്പോൾ ഓടി അടുത്തു വരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവസന്നിധിയിലാണ് ഞാനും നിങ്ങളും ഇന്ന് വന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷെ കേൾക്കുന്ന പലർക്കും നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ അറിയത്തില്ല. അവർക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പലർക്കും കേൾക്കാൻ പറ്റും, പലർക്കും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല. എന്നാൽ എൻ്റെ ദൈവത്തിന് മനുഷ്യർക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയമാകട്ടെ, ദൈവത്തിനത് പരിഹരിക്കാൻ പറ്റും. ദൈവത്തിന് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഓർത്തേ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ചെറിയൊരു പദ്ധതിയല്ല ഉള്ളത്. ഈ വചനം കേൾക്കുന്ന നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്, വലിയ പദ്ധതിയുണ്ട്. അതാ ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ തയ്യാറാകുന്നത്, അല്ലെങ്കിൽ ആര് ഇത്രയും വലിയ റിസ്ക് എടുക്കും, ആരിതിനകത്ത് തിങ്ങിക്കൂടി ഇരിക്കും. ഈ ഉച്ച സമയത്ത്, വൈകുന്നേരമൊക്കെയാണെങ്കിൽ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യും. ചൂടും ആവിയും പരവേശമുള്ള സമയത്ത് ഇങ്ങനെ ആര് നിലത്തിരിക്കും, ആര് നിൽക്കും? ദൈവത്തിൻ്റെ ഒരു പദ്ധതി നിങ്ങളുടെ മേലുള്ളത് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഈ സമയത്ത് താഴെ കടയിൽ പോയിരിക്കും, കഴിയാറാകുമ്പോഴത്തേക്കും വരാമെന്ന് വെക്കും. നിങ്ങൾക്ക് നല്ല വാഹനങ്ങൾ അവിടെയുണ്ട്, അവിടെ പോയിരിക്കാൻ നോക്കും. ആരോടെങ്കിലും വർത്തമാനം പറഞ്ഞു നിൽക്കും, ആരോടെങ്കിലും ഫോൺ വിളിച്ച് അവിടെ ഇവിടെ മാറി നിൽക്കും. നിങ്ങളുടെ കയ്യിലെല്ലാം ഫോണുണ്ട്, അതിൽ മെസ്സേജ് നോക്കാതെ, അതിലാരും വിളിച്ചുകൊണ്ടിരിക്കാതെ, അതിൽ ഇയർഫോൺ വെച്ച് പാട്ട് കേൾക്കാതെ ഈ ദൈവവചനം നിങ്ങൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ചെറിയൊരു പദ്ധതിയല്ല, വലിയൊരു പദ്ധതി തന്നെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവം സഹായിക്കുന്ന ഒരു ദിവസമാണ്. ഞാനൊരു കഥ കേട്ടു, നിങ്ങൾക്കും ആ കഥ കേട്ടിട്ടുണ്ടാകും. ഞാൻ കണ്ടുപിടിച്ച കഥയൊന്നുമല്ല, പക്ഷേ എനിക്ക് ആ കഥ വല്ലാതെ ഇഷ്ടപ്പെട്ടതുകൊണ്ട്
ഞാൻ നിങ്ങളോട് പറയുവാണ്, 2 കലങ്ങളുടെ കഥയാണ്, 2 പാത്രം. ഒരാളുടെ ജോലിയാണ് 2 പാത്രത്തിലും പുഴയിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവരിക. അതിലൊരു പാത്രം വളരെ നല്ല പാത്രമാണ്. അപ്പുറത്തെ കയ്യിലിരിക്കുന്ന അപ്പുറത്തുള്ള പാത്രം അത് പഴയതുമാണ്. അതിന് ചെറിയ ഓട്ടകളൊക്കെ ഉണ്ട്, സുഷിരങ്ങളൊക്കെ ഉണ്ട്, അത്ര ഭംഗിയില്ല. അതുകൊണ്ട് ഈ നല്ല പാത്രം ഈ പാത്രത്തെ എപ്പോഴും കളിയാക്കുമായിരുന്നു. നിന്നെക്കൊണ്ട് ഒരു ഗുണവും യജമാനനില്ല. എന്നെക്കൊണ്ട് ഗുണമുണ്ട് യജമാനന്. അതിനകത്ത് വെള്ളം കോരിയാൽ ഒരൊറ്റ തുള്ളി വെള്ളം പോകത്തില്ല. നിൻ്റെ ജീവിതം, നിൻ്റെ പാത്രം, ഈ പാത്രം അത് മുഴുവൻ ഓട്ടയാണ്. അതിൽ വെള്ളം കോരിക്കൊണ്ട് ഉദ്ദേശിച്ച സ്ഥലത്തെത്തുമ്പോൾ പകുതി മുക്കാലും തീരും. ഇങ്ങനെ ഈ പാത്രം, ഈ തുളയുള്ള പാത്രത്തെ, ഈ പഴയ പാത്രത്തെ, കേടുവന്ന പാത്രത്തെ എപ്പോഴും പുച്ഛിക്കും, കളിയാക്കും, പരിഹസിക്കും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ പഴയ പാത്രം ആ വെള്ളം കോരുന്ന ആളോട് പറഞ്ഞു, സാറേ എന്നെ അങ്ങ് ഒഴിവാക്ക്, എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവുമില്ല. എന്നെപ്പോലത്തെ നല്ല പാത്രം മാർക്കറ്റ് മേടിക്കാൻ കിട്ടും, സാറ് അതേ കൂട്ടൊരെണ്ണം മേടിക്കുക, ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല. അപ്പോൾ ഇത് പല പ്രാവശ്യം കേട്ടപ്പോൾ ഈ പൊട്ടിയ പാത്രത്തെ ആ വെള്ളം കോരുന്ന മനുഷ്യൻ ഒരിക്കൽ കൊണ്ടുവന്നിട്ടിങ്ങനെ പറഞ്ഞു, നോക്ക്, നമ്മൾ പുഴയിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് പോകുമ്പോൾ 2 കൈയിലാണ് വെള്ളം കോരിക്കൊണ്ട് ഞാൻ പോകുന്നത്. അതിൽ ഈ കൈയിലാണ് എപ്പോഴും ഞാൻ നിന്നെ പിടിക്കാറ്. അവിടെ ചെല്ലുമ്പോൾ പകുതി വെള്ളവും തീരും. എന്നാൽ നീ നോക്കിക്കേ, നീ കടന്നു പോയ ആ വഴി കൂടെ നോക്ക്, ഇപ്പുറത്തുള്ളതുപോലെയല്ല, നല്ല പച്ചപ്പുള്ള പുല്ലുകൾ നീ കാണുന്നുണ്ടോ? എന്നാൽ അപ്പുറത്ത് എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു കുറവുമില്ല എന്ന് പറഞ്ഞ് വലിയ വർത്താനം പറഞ്ഞ് ആ പാത്രം പോയ വഴിയിൽ പുല്ലുകൾക്കൊന്നും ഒരു പച്ചപ്പില്ല, എല്ലാം വാടി നിൽക്കുവാണ്. അപ്പോൾ ഈ വെള്ളം കോരുന്ന ആൾ പറയുവാണ്, ഞാനൊന്നും കാണാതെയല്ല, നിനക്ക് ചില കുറവുകളുണ്ടെങ്കിലും ചില സുഷിരങ്ങളൊക്കെ നിൻ്റെ ജീവിതത്തിൽ വന്നെങ്കിലും നിന്നിലൂടെ നീ പോകുന്ന വഴി കൂടെയൊക്കെ ചില നന്മകൾ ഉണ്ടാകുന്നുണ്ട്. ഇത് പാത്രത്തിൻ്റെ കഥയല്ല. ഇവിടെ ഇരിക്കുന്ന ഞാനും, നിൽക്കുന്ന ഞാനും, ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ ഈ പൊട്ടിയ പാത്രമാണ്. നമ്മളോട് ചിലർ പറയും, നിന്നെക്കൊണ്ട് എന്ത് ഗുണമാണ് ഉള്ളത്, നീ ഇങ്ങനെ പ്രാർത്ഥനയായിട്ട് നടന്നിട്ട് എന്ത് ഗുണമാണ് ഉള്ളത്. നമ്മൾ അറിയുന്നില്ല നമ്മളൊരു പൊട്ടിയ പാത്രമാണെങ്കിലും, നമ്മുടെ ഈ പൊട്ടിയ പാത്രത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയാണെങ്കിലും, നമുക്ക് നമ്മുടേതായ ഒന്നിലധികം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമ്മളിലൂടെ ആരൊക്കെയോ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. ആരുടെയൊക്കെയോ ജീവിതത്തിൽ ചില പച്ചപ്പുണ്ടായത് നമ്മളിലൂടെയാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ, മക്കൾ പോലും പറയും, എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്ത് ഗുണമാണ് ഉള്ളത്. നമ്മുടെ മക്കൾ പോലും ചിലപ്പോൾ ചോദിക്കുമ്പം ഇങ്ങനെ ഓർത്തിരിക്കട്ടെ, ഒരു പൊട്ടിയ പാത്രമായാലും എടുത്തു പറയത്തക്ക യോഗ്യതയില്ലേലും നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു പച്ചപ്പുണ്ടാകുന്നത്, ഒരു നന്മയുണ്ടാകുന്നത്, ഒന്ന് കയറി വരുന്നത് നമ്മളെന്ന പൊട്ടപാത്രത്തിലെ കുറേ പാവപ്പെട്ട മനുഷ്യരുടെ സത്യസന്ധമായ പ്രാർത്ഥനയിലൂടെ ആയിരിക്കും. ഇവിടെ ഒത്തിരി കുഞ്ഞുങ്ങളുടെ പേരുകളുണ്ട്. നമ്മുടെ ജീവിതം കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. വെറുതെ ഈ ശബ്ദം കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു പച്ചപ്പുണ്ടാകും. ഒരു ചെറിയ ഒരു മാറ്റമല്ല, ഒരു നല്ല മാറ്റം ജീവിതത്തിൽ സംഭവിക്കും. ഇന്നും എന്നെ കണ്ട 2 പേര് പറഞ്ഞു, എന്നെക്കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല, എൻ്റെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടമില്ല, എന്നെക്കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല, എപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് പോലും കണക്ക് പറയുന്നവരാ എൻ്റെ വീട്ടിലുള്ളവർ. പോയി ചത്തേക്കാന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പൊട്ടിയ പാത്രം കണക്കാണ്. പക്ഷെ ഒരു നാൾ അറിയും
നിങ്ങളിലൂടെ ഉണ്ടാകുന്ന നന്മകൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ നന്മയായി ഐശ്വര്യമായി ഉയർന്നു വരുന്നത്. ആർക്കും വേണ്ടാത്ത കല്ല്, അത് ബാലരമയിലാണോ എഴുതിയിരിക്കുന്നത്, ബൈബിളിലാണോ? ബാലരമയിലെ കഥപുസ്തകത്തിലെ ഒരു വാക്കല്ല, വേദപുസ്തകത്തിലെ വാക്കാണ്. ആർക്കും വേണ്ടാത്ത കല്ലിനെ നാളെ ഒരു സമയത്ത് സ്വർഗത്തിലെ ദൈവം മൂലക്കല്ലാക്കി മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രതീക്ഷയോടെ ഞാൻ ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് എത്തിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. ഒരു സ്വരം ഉയരുന്നു. ഇത് ശ്രദ്ധിക്കുന്നത് ഇന്ന് പ്രസംഗിക്കുന്ന എന്നാണെന്നറിയാമോ? വഴി തുറക്കുന്ന ദൈവമുണ്ട്, വഴി അടയ്ക്കുന്ന ദൈവമുണ്ട്. ഇത് രണ്ടും ദൈവം ചെയ്യും. വഴി തുറക്കുകയും ചെയ്യും, ചിലരുടെ ജീവിതത്തിൽ ആ വഴി അടയ്ക്കും. അത് നല്ലതിനാണ്. വഴി തുറക്കുന്നത് ഒരു നന്മയ്ക്കാണ്. ദൈവവും ചില വഴികളെ അടയ്ക്കുന്നതും പെട്ടെന്ന് നമുക്ക് പിടികിട്ടില്ല. എന്തിനാ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, എന്താ ദൈവം ആ വഴി അടച്ചത്, ആ ഇഷ്ടം നടക്കാത്തത്, ആ കല്യാണം മാറിപ്പോയത് എന്നതാ? നമുക്ക് ചില വഴികളെ ദൈവം അടയ്ക്കും, ചില വഴികളെ ദൈവം തന്നെ മുന്നിൽ നിന്ന് തുറന്ന് തന്ന് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ദൈവം വഴി തുറക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒത്തിരി പേരും പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പാസ്പോർട്ടൊക്കെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന നമുക്ക് പോലും സങ്കടം തോന്നും. പല പ്രാവശ്യം എഴുതി തോറ്റുപോയി, ജയിക്കാൻ പറ്റുന്നില്ല, പാസ്പോർട്ട് റിജക്റ്റായി, വിസ കിട്ടുന്നില്ല, പല കാര്യങ്ങളും പറഞ്ഞ് മനുഷ്യൻ കരയുന്ന വിഷയത്തെ നോക്കിയിട്ട് പറയുവാണ്, ഒരു വഴി ദൈവം തന്നെ മുന്നിൽ നിന്ന് നിനക്ക് വേണ്ടി തുറന്ന് തന്ന് നിന്നെ നീ രക്ഷപ്പെടാനുള്ളൊരു വഴി ദൈവം തുറക്കും. ദൈവം തുറക്കുന്ന വഴിക്ക് പ്രത്യേകതയുണ്ട്. അത് നിങ്ങൾ രക്ഷപ്പെടാനുള്ള വഴിയായിരിക്കും. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിക്കുക. 3-ാമത്തെ വാക്യം. ഒരു സ്വരം ഉയരുന്നു. ഒരു സ്വരം, ഒരു ശബ്ദം ഉയരുന്നു. മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ. ദൈവത്തിന് വഴി ഒരുക്കുവിൻ. അതാ നമ്മൾ ചെയ്യുന്നത്, അതാണ് പ്രാർത്ഥനയിൽ ചെയ്യുന്നത്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ വരാൻ, എൻ്റെ നിയോഗത്തിൽ വരാൻ, എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ വരാൻ, എൻ്റെ കുടുംബത്തിൽ വരാൻ, എൻ്റെ തലമുറയിൽ വരാൻ ഞാനൊരു വഴി ഒരുക്കുകയാണ്. പ്രാർത്ഥിച്ചും സമയം മാറ്റിവെച്ചും പാടിയും ആരാധിച്ചും വചനം കേൾക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ഒരു വഴി ഒരുക്കുവാണ്. വഴി ഒരുക്കുവിൻ. വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ. 4-ാമത്തെ വാക്യം. താഴ്വരകൾ നികത്തപ്പെടും. അപ്പോൾ ശ്രദ്ധിച്ചേ, ദൈവത്തിനൊരു വഴി ഒരുക്കുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കും. താഴ്വരകൾ നികത്തപ്പെടും. താഴ്വര എന്ന് പറഞ്ഞാൽ വലിയ കുഴിയാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര കുഴിയാണ്. താഴ്വര നികത്തപ്പെടും. പിന്നെയോ മലകളും കുന്നുകളും താഴ്ത്തപ്പെടും. വലിയ പ്രശ്നങ്ങളാണ്, മല പോലെ നിന്ന പ്രശ്നങ്ങൾ. JCBക്ക് മണ്ണ് മാന്തി നിരത്തിയതുപോലെ, നിരപ്പാക്കിയ പോലെ മലകളും കുന്നുകളും താഴ്ത്തപ്പെടും. ആ പൊക്കം കുറയും, ആ ഉയരം കുറയും, ആ പ്രതിസന്ധി ഇന്ന് കാണാനില്ലാത്ത പോലെയാകും. ഇതെന്നാ സൂചിപ്പിക്കുന്ന അറിയാമോ? ഇത് ദൈവം തുറക്കുന്ന വഴികളിൽ ഈ പ്രത്യേകതയുണ്ട്. താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നികത്തപ്പെടും, കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും. കുന്നും കുഴിയുമായി കിടന്ന് ആകപ്പാടെ വണ്ടി ഓടാൻ പോലും പറ്റാത്ത രീതിയിൽ കല്ലും മണ്ണും ഒക്കെ പിടിഞ്ഞ് കുന്നും കുഴിയുമായ സ്ഥലം നികത്തപ്പെടും. ദുർഘട പ്രദേശങ്ങൾ സമതലമാകും. അടുത്ത ഭാഗമാണ് കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. നിങ്ങൾ ചില കാര്യങ്ങളെ മനസ്സിൽ കണ്ടിട്ട് നിങ്ങൾ
അകത്ത നല്ല വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ മഹത്വം ഇതിനകത്ത് വെളിപ്പെടും. ദൈവത്തിൻ്റെ മഹത്വം ആ കല്യാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് വെളിപ്പെടും. ദൈവത്തിൻ്റെ മഹത്വം ആ വീട് പണിയുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന പ്രതിസന്ധികളുണ്ട്, അത് വെളിപ്പെടും. അടുത്ത മാസം കൊടുക്കാനുള്ള പൈസയോട് എന്നാ ചെയ്യണമെന്നറിയത്തില്ല. ഒരുപാട് പ്രാവശ്യം അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു വഴിയും തുറന്നു കിട്ടുന്നില്ലല്ലോ, എന്നാ ചെയ്യണമെന്നറിയത്തില്ലല്ലോ. ദൈവത്തിൻ്റെ മഹത്വം ആ വിഷയത്തിനകത്ത് വെളിപ്പെടും. ചില ആളുകൾ പറയുന്നു, എൻ്റെ കുടുംബ ജീവിതം തകർന്നു കിടക്കുകയാണ്, എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് ഞങ്ങൾ പരസ്പരം ഭിന്നിച്ചകന്നു നിൽക്കുകയാണ്, ഇതെന്ത് ജീവിതമാണ്, ഇത് തകർന്നു പോകുമോ, എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോകുമോ, എൻ്റെ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു പോകുമോ? അങ്ങനെ മനസ്സു തകർന്നിരിക്കുന്നവരോടുകൂടെ പറയുകയാണ്, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം അതിനകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതാണ് ദൈവം ഒരുക്കുന്ന വഴി. ഇരിക്കുന്ന സ്ഥലത്ത് ഇതിങ്ങനെ കേട്ട് മറന്നു പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചേ. ഈ വചനം മറന്നു പോകുന്നതിന് മുമ്പ് ആ വചനത്തിൽ നിന്നോണ്ടൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ ചില കുന്നും മലകളൊക്കെ ഉണ്ട്, ആകെ തടസ്സങ്ങളാണ്, കെട്ടപ്പെട്ട അവസ്ഥയാണിന്ന്. ഒരു സ്റ്റെപ്പ്, ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. തൊട്ടതൊക്കെ 8 നിലയിൽ പരാജയപ്പെട്ടതുപോലെയാണ്. ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. എന്തു ചെയ്യണം? ആകെ കെട്ടിയിട്ട അവസ്ഥയാണ് എൻ്റെ ജീവിതത്തിന്, സ്വപ്നങ്ങൾക്ക് എല്ലാം ഉള്ളത്. പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മഹത്വം അതിനകത്ത് വെളിപ്പെടും. ലാസറിന്റെ ഉപമയിൽ യേശു പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? വിശ്വസിക്കുമ്പോൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ എത്ര തകിടം മറിഞ്ഞ ഒന്നാണേലും, എത്ര പരാജയപ്പെട്ട ഒന്നാണേലും, ഇന്ന് കിടക്കുന്നത് എത്ര കുഴിയുള്ള സ്ഥലത്തായാലും, വിശ്വസിച്ചാൽ അവിടെ ദൈവ മഹത്വം ദർശിച്ചിരിക്കും. ആ വിഷയത്തിനകത്ത് തല കുനിയേണ്ടി വരത്തില്ല, ആ വിഷയത്തിനകത്ത് നാണം കെട്ട് തിരിഞ്ഞോടേണ്ടി വരത്തില്ല. ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. ദൈവത്തിന്റെ മഹത്വം. ആ വിവാഹം എങ്ങനെ നടക്കും, ആ കാര്യങ്ങൾ എങ്ങനെ നടത്തും, ആ പ്രശ്നത്തെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, ഞാൻ തകർന്നു പോയല്ലോ, ദൈവ മഹത്വം ദർശിക്കും. നിങ്ങളോട് തന്നെ പറഞ്ഞ്, ദൈവത്തിൻ്റെ മഹത്വം ഞാൻ കാണും, ദൈവത്തിൻ്റെ മഹത്വം ഞാൻ ദർശിക്കും, ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഞാൻ കാണും, ദൈവത്തിൻ്റെ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആ ഒരു കരം ഉയർത്തി ഉറക്കിയെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. എവിടെ വെളിപ്പെടും? നിങ്ങൾ എഴുതിയിട്ട പ്രാർത്ഥനയിൽ വെളിപ്പെടും. അത് വെളിപ്പെടുന്നത് ചിലർ ഇന്ന് കാണും, ചിലർ നാളെ കാണും, ചിലർ അടുത്ത ദിവസങ്ങളിൽ കാണും. ഓരോ സമയത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണും. ചിലരത് പാസ്പോർട്ടിൽ കാണും. അവരുടെ പാസ്പോർട്ടിൽ എനിക്ക് ചിലപ്പോൾ ചില ആളുകൾ, പ്രിയപ്പെട്ടവർ, പാസ്പോർട്ടൊക്കെ അവർ മുറുക്ക പിടിച്ച് അവർ ഭയങ്കരമായിട്ട് കരയുവാണ്. അവരുടെ ഒരു സ്വപ്നമാണ് ഒന്ന് രക്ഷപ്പെടണം. ആ മുറുക്ക പിടിച്ച് കരഞ്ഞതിൽ ദൈവ മഹത്വം വെളിപ്പെടും. നമ്മുടെ വിഷയങ്ങളെ ദൈവം ചുമ്മാ കേൾക്കുക മാത്രമല്ല, ആ പ്രശ്നത്തെ ദൈവം പരിഹരിക്കും. ഹല്ലേലൂയ. കരഞ്ഞു വന്ന എത്രയോ പേര് ആനന്ദിച്ച സ്ഥലമാണെന്നറിയാവോ? ഇത് ദൈവാത്മാവിൻ്റെ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ദൈവ മഹത്വം വെളിപ്പെടും. ഞാൻ ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം ആദ്യമേ പറയുവാണ്, വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? വഴി തുറക്കുക എന്ന് പറഞ്ഞാൽ ഒരു വഴിയുമില്ലാത്തിടത്ത് ദൈവം പ്രാർത്ഥിക്കുന്ന ചിലർക്ക് വഴികളെ ഉണ്ടാക്കും. വഴിയൊന്നുമില്ല, പക്ഷെ വഴി ഉണ്ടാക്കും. എന്നാൽ ചില സമയത്ത് നമ്മൾ എത്ര നോക്കിയാലും ചില വഴികളിൽ മുന്നേറാൻ പറ്റില്ല. ചില വഴികളെ ദൈവം തന്നെ അടച്ചു വെക്കും. കുറച്ച് കഴിയുമ്പോൾ പിടികിട്ടും,
ഒരു നന്മയ്ക്കായിരുന്നല്ലോ എന്ന്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം തുറക്കുന്ന വഴിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. വഴി തുറക്കുന്നൊരു ദൈവത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പുറപ്പാട് 13-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാകും വിധം. ശ്രദ്ധിച്ചോ, അവർക്ക് രാത്രിയും പകലും യാത്ര. ആ വാക്ക് ശ്രദ്ധിക്കണം. ചുമ്മാ ഒരു വഴിയല്ല, യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം. നിങ്ങൾക്ക് എന്തേലും ഒരു വഴി വെട്ടി എങ്ങനെയും പോകാനല്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ആകുന്ന വിധത്തിൽ പകൽ വഴി കാട്ടാൻ. അവിടെ ഒരു വാക്കുണ്ട്, വഴി കാട്ടാൻ. ആ വാക്ക് ശ്രദ്ധിച്ചോ, അത് നിങ്ങളുടെ ഹൃദയത്തിലിരിക്കട്ടെ. വഴി കാട്ടിത്തരുന്നൊരു ദൈവമുണ്ട്. ആമേൻ. നമുക്ക് അറിയത്തില്ല എങ്ങോട്ടാ തിരിയേണ്ടത്, എന്താ ചെയ്യേണ്ടത്, ആരെയാ സമീപിക്കേണ്ടത്, ഏത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്, ഇനി പഠിച്ചിട്ട് എന്താ പഠിക്കാൻ, ഇനി മുന്നോട്ട് പോകേണ്ടത്. വഴി കാട്ടുന്ന ദൈവമുണ്ട്. എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ, വഴി കാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയി. ദൈവം അവർക്ക് മുന്നേ പോയി. എന്തിന്? ഒരു വഴി തുറന്നു കൊടുക്കാൻ. നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളൊരു വഴി ദൈവം തുറന്ന് മുന്നോട്ട് പോകും. ദൈവം മുന്നേ പോകും. ദൈവം നമുക്ക് മുന്നേ പോകും. ഇനി സംഭവിച്ചൊരു കാര്യമുണ്ട്. 14-ാം അധ്യായം 21-ാമത്തെ വാക്യം. 21-ാമത്തെ വാക്യം. മോശ കടലിന് മീതെ കൈ നീട്ടി. ശ്രദ്ധിക്കണം, വഴി ഉണ്ടായത് എങ്ങനെയെന്ന് കേൾക്കണം. വാക്കത്തി കൊണ്ട് വെട്ടി, വലിയ JCB പോലത്തെ വലിയ വാഹനങ്ങളെ കൊണ്ട് മണ്ണ് വെട്ടി നമ്മളിന്ന് കാണുന്ന പോലത്തെ ഒരു വഴിയല്ല. ഇത് ജീവിതത്തിൻ്റെ വഴിയാണ്. ശ്രദ്ധിച്ച് എങ്ങനെ ചെയ്തു? ഒരു വഴി ഉണ്ടാകാൻ മോശ ചെയ്തത്, മോശ കടലിന്റെ മീതെ കൈ നീട്ടി പിടിച്ചിങ്ങനെ. ആ കൈ നീട്ടിയ സ്ഥലത്താണ് ഒരു വഴി ഉണ്ടായത്. ആമേൻ. ഹല്ലേലൂയ. നമ്മളും അങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്. ചിലർ ഓരോ വിഷയങ്ങളെ എടുത്തു പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ എടുത്ത് പിടിച്ചുയർത്തി പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് തന്നെയാ നാളെ അതിനകത്ത് ഒരു വഴി ഉണ്ടാകാൻ പോകുന്നത്. എന്തിനാ ഇത് എഴുതി വെച്ചിരിക്കുന്നത്? അവിടെ ഒരു സാധാരണ വഴി അങ്ങുണ്ടായി എന്ന് എഴുതിയാൽ പോരെ? അല്ല, വഴി ഉണ്ടായത് എങ്ങനെ എഴുതിയിട്ടുണ്ട്. മോശ കടലിന്റെ മീതെ കൈ നീട്ടി. നിങ്ങളും ചിലപ്പോൾ ചിലരുണ്ടല്ലോ, വീട്ടിൽ നിന്ന് മണ്ണെടുത്തോണ്ട് വരും, സ്ഥലത്തിൻ്റെ പ്രമാണം എടുത്തുകൊണ്ട് വരും, ചിലരുടെ പേരുകളെടുത്ത് എഴുതി കയ്യിൽ പിടിക്കും, ചിലർ അവരുടെ ഫോണിൽ അവരുടെ ചില കാര്യങ്ങളെ കൊണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് അത് ഓൺ ചെയ്ത് പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. നമ്മൾ എന്തിൻ്റെ നേരെയാണോ കൈ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നത്, അവിടെ ദൈവം പുതിയ വഴികളെ കൊണ്ടുവരാൻ തുടങ്ങും. മോശ കൈ നീട്ടിപ്പിടിച്ചു. ആമേൻ. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റ് അയച്ചു. ഒരു കിഴക്കൻ കാറ്റിനെ അയച്ചു. അടുത്ത് ശ്രദ്ധിക്കണം, എപ്പോഴാണ് ഈ കാറ്റ് അയച്ചത്? കൈ കെട്ടി നിന്നപ്പോഴല്ല. പിന്നെ ഒരു കടലിൻ്റെ മീതെ കൈ നീട്ടിപ്പിടിച്ചാൽ എന്നാ നടക്കാനാ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന, അതിനെക്കുറിച്ച് പഠിക്കാൻ പോയപ്പോഴല്ല. ഒരു ശിശുതുല്യ മനസ്സോടെ ദൈവത്തിൻ്റെ മുമ്പിൽ കൈ നീട്ടിപ്പിടിച്ചപ്പോൾ ദൈവം അടുത്തൊരു ഭാഗം എഴുതിയിട്ടുണ്ട്. കിഴക്കൻ കാറ്റയച്ച് കടലിനെ പിറകോട്ട് മാറ്റി. അത് ഒരു കുളത്തിലെ വെള്ളത്തെ പോലും, ഒരു തോട്ടിലെ വെള്ളത്തെ പോലും പുറകോട്ട് മാറ്റാൻ നമുക്ക് പറ്റില്ല എളുപ്പത്തിൽ. കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കാര്യത്തെ പുറകോട്ട് മാറ്റി ഒരു വഴി അവിടെ ഉണ്ടാക്കി. ഹല്ലേലൂയ. നിങ്ങൾ ഏതെങ്കിലും ജീവിതത്തിൽ തടസ്സമാണ്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ജോലി കിട്ടുന്നില്ല, വിവാഹം നടക്കുന്നില്ല, ആ വിഷയത്തെ കൈനീട്ടി പ്രാർത്ഥിക്കുക. ഇതുപോലെ ദൈവം ചില കിഴക്കൻ കാറ്റിനെ അയച്ച് ഇന്ന് ആ പ്രതിസന്ധിയെ മാറ്റാൻ ദൈവം അയക്കുന്ന കിഴക്കൻ കാറ്റാണ് ഡെയിലി കേൾക്കുന്ന ദൈവത്തിന്റെ വചനം. ഇന്ന് കേൾക്കുന്ന ഈ വചനം ദൈവം അയച്ച കിഴക്കൻ കാറ്റാണെങ്കിലോ, ദൈവം അയച്ച കിഴക്കൻ കാറ്റാണ് ഓരോ ദിവസവും ഇന്നും നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ആ കടലിനെ പുറകോട്ട് മാറ്റാൻ നിങ്ങളുടെ ഒരു കരമുയർത്തിയുള്ള പ്രാർത്ഥന ആവശ്യമാണ്.
ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ വഴക്കാണ്, നിരാശയാണ്, പ്രതിസന്ധിയാണ്. അതിനെ പുറകോട്ട് മാറ്റാൻ, അത് കടല് പോലെ വലിയ വിഷയമാണേലും ദൈവത്തിന് അതിനെ പുറകോട്ട് മാറ്റാൻ ഒരു നിമിഷം മതി. നിങ്ങളുടെ മുമ്പിൽ ഒരിക്കലും മാറ്റാനാവാത്ത കടബാധ്യതയായിരിക്കും ഇന്ന് കടല് പോലെ കിടക്കുന്നത്. ഒരുപക്ഷെ ഭാര്യ, ഭർത്താവ്, മക്കൾ തമ്മിലുള്ള വഴക്കായിരിക്കും കടല് പോലെ കിടക്കുന്നത്. ചിലരെ സംബന്ധിച്ച് അവർ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ മുമ്പിൽ ഒരു കടല് പോലെയാണ്. ചിലർക്ക് ഡിപ്രഷൻ വരുന്നത് അങ്ങനെയാണ്. ഈ കടല് പോലുള്ള പ്രശ്നത്തെ ഞാൻ എന്നാ ചെയ്യാനാ? ഡിപ്രഷൻ വരുന്നവർ, നിരാശ വരുന്നവർ, പൊട്ടിപ്പോകുന്നവരുണ്ട്. എന്തു വലിയ കടല് പോലുള്ള പ്രശ്നത്തിൻ്റെ മുമ്പിലായിരിക്കുന്നതിലും ഒന്ന് നോക്കിക്കേ, കടലിനെ ദൈവം ഒരു മാസം കൊണ്ട് പുറകോട്ട് മാറ്റിയെന്നാണോ? ഒരു നിമിഷം കൊണ്ട് കിഴക്കൻ കാറ്റയച്ച് പുറകോട്ട് മാറ്റി. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ മനസ്സിൽ കണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക, അതിനെയും പുറകോട്ട് മാറ്റും. കിഴക്കൻ കാറ്റിൻ്റെ സ്ഥാനത്ത് ഞാൻ ഇന്ന് കാണുന്നത് ഇന്ന് ഇപ്പോൾ പ്രസംഗിക്കുന്ന വചനമാണ്. ആ വചനമാണ് നിങ്ങളിലേക്ക് അയച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തടസ്സമായി നിൽക്കുന്നതിനെ, ബന്ധനമായി നിലകൊള്ളുന്നതിനെ, മുന്നോട്ട് പോകാൻ തടസ്സമായി നിൽക്കുന്നതിനെ ഒരു നിമിഷം കൊണ്ട് പുറകോട്ട് മാറ്റാൻ ദൈവം സർവശക്തനാണ്. പറഞ്ഞു ഹല്ലേലൂയ. ആ വാക്കൊന്നും കൂടെ വായിച്ചേ. കർത്താവ് മോശ കടലിന് മീതെ കൈ നീട്ടി. കർത്താവ് രാത്രി മുഴുവൻ, ഒരു കാര്യം ശ്രദ്ധിക്കണം, രാത്രി മുഴുവൻ കൈ നീട്ടി പിടിച്ചില്ല. കുറച്ചു നേരമേ മോശ കൈ നീട്ടി പിടിച്ചുള്ളൂ. പക്ഷെ ദൈവം എത്ര നേരം പ്രവർത്തിച്ചു? രാത്രി മുഴുവൻ. അല്ല, നിങ്ങൾ കൈ നീട്ടി പിടിച്ചത് 10 മിനിറ്റ് അല്ലേ, 10 മിനിറ്റ് ഞാൻ പ്രവർത്തിച്ചോളാം എന്നല്ല. മോശ കൈ നീട്ടി പിടിച്ചപ്പോൾ രാത്രി മുഴുവൻ ദൈവം കിഴക്കൻ കാറ്റിനെ അയച്ച് കടലിനെ പിറകോട്ട് മാറ്റി. അടുത്ത ഭാഗം 22-ാമത്തെ വാക്യം. ഇസ്രായേൽക്കാർ കടലിന് നടുവേ ഉണങ്ങിയ മണ്ണിലൂടെ. ആ വാക്ക് ശ്രദ്ധിക്കണം. ഇസ്രായേൽക്കാർ കടലിന്റെ നടുക്കൂടെ ഉണങ്ങിയ മണ്ണിലൂടെ. ഒരിക്കലും സാധ്യതയില്ല. ഞാൻ ഒരിക്കലും ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. കടലിന്റെ അടിയിൽ ഒരിക്കലും ഉണങ്ങിയ ഭൂമി ഇല്ല. നിങ്ങൾ കുളമോ കിണറോ ഒക്കെ വറ്റിച്ചാൽ അകത്ത് അടി മുഴുവൻ ചെളിയാണ്. നല്ല നേർത്ത ചെളിയാണ്. മുട്ടോളം താഴ്ന്ന ചെളിയുണ്ട്. കുളവും കിണറൊക്കെ വറ്റിക്കുമ്പം അകത്ത് ചെളിയാണ്. അപ്പോൾ കടലിൻ്റെ കാര്യം പറയാനുണ്ടോ? അപ്പോൾ ഈ ചെളി എതിലേ പോയി? ഇസ്രായേൽക്കാരെ ദൈവം വഴി നടത്തിയത് ചെളി കൂടെ അല്ല, ഉണങ്ങിയ ടാറിട്ട റോട്ടിൽ കൂടെ എന്ന പോലെ ഉണങ്ങിയ ഭൂമി കൂടെയാണ്. ഈ ചെളി ആര് വാരിക്കളഞ്ഞു? വെള്ളം പറ്റിച്ചതൊക്കെ ദൈവം നടത്തുന്നത് ചെളി കൂടെ ആയിരിക്കില്ല. എന്താ ചെളി കൂടെ നടന്നുള്ള പ്രത്യേകത? ഒരു കാല് പറിച്ച് അപ്പുറത്തോട്ട് വെക്കുമ്പോൾ മറ്റേ കാല് താന്നു പോകും. ഇങ്ങനെ അപ്പുറം എത്തുമ്പോഴത്തേക്കും ശത്രു പിടിച്ചോണ്ട് പോകും. ദൈവം നയിച്ചത്, നിങ്ങളെ നയിക്കുന്നത് ഒരു കാല് ചവിട്ടി മറ്റേ കാല് ചവിട്ടി താഴുന്ന ചെളി കൂടെ ആയിരിക്കില്ല. ദൈവം നയിക്കുന്നത് അത് ശുശ്രൂഷയിലാണേലും കുടുംബജീവിതത്തിലാണേലും ദൈവം നിങ്ങളെ നയിക്കുന്നത് ഉണങ്ങിയ ഉറച്ച ഭൂമി കൂടെ ആയിരിക്കും. ഉറച്ച ഒരു വച്ച കാലം ഒരിക്കലും താഴുപോകാൻ ദൈവം സമ്മതിക്കത്തില്ലെന്ന് ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, ഇതെല്ലാം അത്ഭുതമാണ്. ഇതെല്ലാം എപ്പോഴാണ് സംഭവിച്ചത്? മോശ കരമുയർത്തിയപ്പോൾ നടന്ന അത്ഭുതങ്ങൾ അക്കമിട്ട് പറയാനുണ്ട്. നിങ്ങളൊന്നും പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം ഇത് ചിലപ്പോൾ മറന്നു പോകും. ഇതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? വഴി തുറക്കുന്ന ദൈവമുണ്ട്. ആർക്ക് വേണ്ടി? കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ ഷട്ടറിട്ട പോലെ ദൈവം അടച്ച് താഴ്ത്തി അവനെ ശ്വാസം മുട്ടിക്കില്ല. അവൻ്റെ വഴികളെ ചെളി കൂടെയല്ല, ഉണങ്ങിയ സ്ഥലത്തൂടെ. അത് ഇന്നും സംഭവിക്കും. അത് അത്രയും വർഷം മുമ്പ് ഒറ്റ പ്രാവശ്യം നടന്നുള്ളൂ, പിന്നീട് ഒരിക്കലും നടക്കില്ലെന്നല്ല, ഇന്നും ഇത് സംഭവിക്കുന്നു. അതാ ഇവിടെ വന്ന് പറയുന്ന പല സാക്ഷ്യങ്ങൾ. ഒന്ന് പ്രാർത്ഥിച്ചേ, ദൈവമേ എൻ്റെ മുമ്പിൽ അനുഗ്രഹത്തിൻ്റെ ചില വഴികളെ തുറക്കണമേ. ഞാൻ നോക്കുമ്പോൾ ഇന്ന് കടലോളം വലിയ പ്രശ്നമാണ്. ഇത്രയും വലിയ പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ ഇന്ന് ചിന്തിക്കുന്നുണ്ട്, എൻ്റെ പിള്ളേരെ ഞാൻ എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ ഫീസ് അടയ്ക്കും, എങ്ങനെ കല്യാണം നടത്തും, എങ്ങനെ ഒരു വീട് പണിയും, എങ്ങനെ ഈ ബാധ്യതകൾ മാറും. എൻ്റെ മുമ്പിലും കടലോളം പ്രശ്നങ്ങളാണല്ലോ നല്ല കർത്താവേ. കടലോളം വലിയ പ്രതിസന്ധിയാണ്. എൻ്റെ കുടുംബജീവിതം തകർന്നുപോയി. എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. എൻ്റെ മുമ്പിൽ എൻ്റെ കുടുംബ പ്രശ്നങ്ങളും എല്ലാം കടലോളമാണ്. ഇതിനെന്നാ ഒരു പോം വഴി?
മോശയോട് പറയുക, ആ പ്രതിസന്ധിക്ക് നേരെ നീ കൈ നീട്ടിപ്പിടിക്കുക. മോശ ഉയർത്തിയ കരങ്ങൾക്ക് താഴെയാണ് ദൈവം ഒരു വഴിയെ കൊണ്ടുവന്നത്. നിങ്ങളും പ്രാർത്ഥനയ്ക്ക് ഉയർത്തുന്ന ചില കാര്യങ്ങളെ മനസ്സിൽ കണ്ട്, ഇത് വീടുകളിലിരുന്നോ, നീ ദേശത്തിരുന്നോ, ഇവിടെ ഇരുന്നോ, എന്നേലും ഒരിക്കലോ ഈ വചനം കേൾക്കുന്ന ഒരു മിനിറ്റ് നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ കരം ഉയർത്തിയ സ്ഥലത്ത് വഴി അടയുന്ന അനുഭവമല്ല നിങ്ങൾ അനുഭവിക്കാൻ പോകുക. കരം ഉയർത്തിയ സ്ഥലത്ത് ദൈവം തുറക്കുന്ന, മണ്ണും ചെളിയുമുള്ള ഒരു കാല് വയ്ക്കുമ്പോൾ മറ്റേ കാല് താന്നു പോകുന്ന, ഒരു കാല് മറിച്ചെടുത്ത് എങ്ങനെയേലും അപ്പുറത്ത് വയ്ക്കുമ്പോൾ അതും താന്നു പോകുന്ന, ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു ചെളിക്കുഴി കൊണ്ട് താഴ്ത്തിയെന്നല്ല, ഉണങ്ങിയ സ്ഥലത്തൂടെ ഇവിടെ ഇരിക്കുന്ന ചിലർ കടലും കരയും കടന്ന് വേറെ രാജ്യത്ത് പോകാൻ പ്രാർത്ഥനാ വിഷയം എഴുതിയിട്ടവരുണ്ട്. ഉണങ്ങിയ സ്ഥലത്തൂടെ ദൈവവും നിന്നെ നയിക്കും. ചില പരീക്ഷകൾക്ക് തോറ്റുപോയി, ചില പരീക്ഷകൾക്ക് പരാജയപ്പെട്ടു പോയി, ഭാരപ്പെടേണ്ട. ഇന്ന് കാണുന്നത് കടലോളം വെള്ളം പോലെ മുമ്പിൽ ഒരു വലിയ കടലാണ് കാണുന്നതെങ്കിലും, വലിയ പ്രശ്നമാണുള്ളതെങ്കിലും, മനസ്സ് ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, അധ്വാനിക്കാൻ തയ്യാറായാൽ, ഈ ഉയർത്തിയ കരങ്ങൾക്ക് താഴെ ചില വഴികൾ ദൈവം സൃഷ്ടിക്കും, ദൈവം ഉണ്ടാക്കും. ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് വഴി തുറന്നെങ്കിൽ വേറൊരു സ്ഥലത്ത് ദൈവം വഴി അടച്ചു. പക്ഷെ അത് നല്ലതിനായിരുന്നു. ഞാൻ ആ വാക്യം വായിക്കുകയാണ്. സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം 21 മുതലുള്ള വാക്യം വായിക്കുകയാണ്. ഇത് നല്ല നിങ്ങൾക്കിത് ഉപകാരപ്പെടും. ഇത് ഒരു പ്രാവശ്യം കേട്ടാൽ പോരാ, പല പ്രാവശ്യവും ഇത് എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ വായിക്കണം. 22-ാം അധ്യായം 21 മുതലുള്ള വാക്യത്തിൻ്റെ ഹെഡിങ് എന്നാണെന്നറിയാമോ? ബാലാമിൻ്റെ കഴുത. സിംഹമെന്നല്ല, ബാലാമിൻ്റെ കരടി എന്നല്ല, ബാലാമിൻ്റെ വേറെ വലിയ സ്റ്റാൻഡേർഡൊന്നുമല്ല, ബാലാമിൻ്റെ കഴുത. ബാലാമിൻ്റെ കഴുതയ്ക്ക് എന്താ ഇത്ര പ്രത്യേകത? ശ്രദ്ധിക്കാം, ഈ വാക്യം നല്ലതാണ്. ഈ വാക്യം ഒരു അനുഗ്രഹമാണ്. 21-ാമത്തെ വാക്യം വായിക്കാം. ബാലാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് മൊവാബിലെ പ്രഭുക്കന്മാരോടൊപ്പം പുറപ്പെട്ടു. പോയ ആൾക്കാരാരാണ്? പ്രഭുക്കന്മാർ. അപ്പോൾ വലിയ ആളുകളാണ്. കൂടെ ജോലി ചെയ്യുന്ന കുറേ ജോലിക്കാരെ കൂട്ടിപ്പോയെന്നല്ല. ബാലാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് കഴുതയും കൂട്ടി മൊവാബിലെ പ്രഭുക്കന്മാരോടൊപ്പം പുറപ്പെട്ടു. ആ ഒരു പിക്ചർ നിങ്ങൾ ഓർത്തേ. ബാലാമുണ്ട്, കൂടെയുള്ളവരൊക്കെ നാട്ടിലെ പ്രമാണിമാരും പ്രഭുക്കന്മാരുമാണ്. പക്ഷെ ആ വഴി ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ദൈവം ബാലാം പോയ വഴികളെ അടച്ചു. 22-ാമത്തെ വാക്യം. അവൻ പോയതുകൊണ്ട് കർത്താവിന്റെ കോപം ജ്വലിച്ചു. കർത്താവിൻ്റെ ദൂതൻ വഴിയിൽ അവനെതിരെ നിന്നു. ആ വഴിയിൽ എങ്ങനെ നിന്നു? പോകാൻ പറ്റാത്ത പോലെ ബ്ലോക്ക് ചെയ്ത് നിന്നു. ആരാ ഈ വഴി അടച്ചത്? ദൈവം. ചില വഴികളെ ദൈവം അടയ്ക്കും. ചിലർക്കപ്പോൾ അത് ഇഷ്ടപ്പെടില്ല. ആ വഴികളെ അടയ്ക്കുന്നത് ഇപ്പം പിടികിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും അത് നന്മയ്ക്കായിരുന്നു എന്ന്. നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. 10 നിലയുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ വേദനയായിരിക്കും ചില വഴികൾ നമുക്കടയുമ്പോൾ. ചില വ്യക്തികൾ ജീവിതത്തിൽ നിന്ന് പോകുമ്പം ഒരാൾ അനുഭവിക്കുന്ന വേദന, കാലൊടിയുന്ന വേദന, കൈ ഒടിയുന്ന വേദന, മനസ്സിൻ്റെ വേദന, അത്രയും വേദന മനസ്സിന്. ആ വ്യക്തി പോയല്ലോ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കല്യാണമൊക്കെ മുടങ്ങിപ്പോയല്ലോ, ആ കല്യാണം നടക്കേണ്ടതായിരുന്നു, ആരോ എന്തോ ചെയ്തതാ. അങ്ങനെ ഓർത്തൊന്നും ആരും വിഷമിക്കേണ്ട. മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതെന്തോ നന്മയ്ക്കാണ്. ആമേൻ, ഹല്ലേലൂയ. അതിൻ്റെ പുറകെ പോയി വഴക്കിനോ ബഹളത്തിനോ നിങ്ങളാരോണ്ടോ പാര വച്ചോണ്ടാ നിങ്ങൾ ചെയ്തോണ്ടല്ല. ആ വഴി ദൈവം ചിലപ്പോൾ അടച്ചതാണെങ്കിലോ, ആ സ്ഥലം വിൽക്കേണ്ടതായിരുന്നു, വിറ്റില്ല, അതെന്തോ ആരോ പറഞ്ഞിട്ടാ. ചില വഴികൾ അടഞ്ഞത് നല്ലതിനാണ്. ആമേൻ, വിശ്വസിക്കുന്നു. കല്യാണം കഴിച്ച ഒരാൾ പറയുവാണ്,
അന്ന് നിങ്ങൾ പറഞ്ഞതാണ് ഈ വിവാഹം നടക്കണ്ട, അന്ന് എനിക്കിഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇപ്പോൾ പല പ്രാവശ്യവും ചിന്തിച്ചു അത് നടക്കണ്ടായിരുന്നു. ചില വഴികൾ ദൈവം നമ്മുടെ മുമ്പിൽ അടയ്ക്കും. ചിലർ പറയില്ലേ, ഞങ്ങൾ 3-4 പേര് കൂടി ഒരു വലിയ ഒരു കച്ചവടം തുടങ്ങാൻ പോവുക, ഒന്ന് പ്രാർത്ഥിച്ചു വിട്. അപ്പം നമ്മൾ പറയും, ചിലപ്പോൾ പറയും അത് വേണ്ട കേട്ടോ, അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടില്ല, നമ്മളോട് അവർ പിണങ്ങും, നമ്മളവർക്ക് ദേഷ്യമാവും, പിന്നെ പുള്ളി ആരാ പറയാൻ എന്ന് നമ്മളെക്കുറിച്ച് അവർ പോകുന്ന വഴി പറയും. പുള്ളി ആരാ പറയാൻ? നമ്മൾ തമ്മിലുള്ള പിന്നീട് ബിസിനസ് തുടങ്ങി അത് ഭയങ്കര വൈരാഗ്യമായി, ശത്രുതയായി, വഴക്കായി, എല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ, ആർക്കും ഉപകാരമില്ലാതെ തകർന്ന് തരിപ്പണമായപ്പം പറയുവാണ്, അന്ന് പുള്ളി പറഞ്ഞതാ തുടങ്ങണ്ട, അന്ന് ആ വഴി എടുത്താൽ മതിയായിരുന്നു. ദൈവം അടച്ച വഴി ഉന്തി തള്ളി തുറന്നു പോകണ്ട, അത് അപകടമാണ്. ദൈവം തുറക്കുന്ന വഴി നമുക്ക് മതി. ആരെയും പറ്റിച്ചും, ആരുടെയും കണ്ണുനീര് കുടിപ്പിച്ചും, ആരെയും ജീവിതം പാരവച്ചും അങ്ങനെയുള്ള ഒരു വഴി നമുക്ക് വേണ്ട. അത് ആദ്യം നല്ലതായി തോന്നിയാലും പിന്നീട് നമുക്കത് കയ്പായിട്ട് മാറും. കഴിച്ചിട്ട് തുപ്പിക്കളയും, ഇറക്കാൻ പറ്റാതെ തുപ്പിക്കളയേണ്ടി വരും. ദൈവം ചില വഴികളെ അടയ്ക്കും, ചില ബന്ധങ്ങളെ ദൈവം പിണക്കും. ഓ അയ്യോ, അത് പിണങ്ങണ്ടായിരുന്നു, നല്ലതിനാ ആ പിണങ്ങിയത് നന്നായി. ചില ആൾക്കാർ പോട്ടെ, പിണങ്ങി പോട്ടെ. ചില പിണക്കവും നല്ലതാണ്, ചില പിണക്കങ്ങൾ പുണ്യമാണ്. ചില ബന്ധങ്ങൾ ഭയങ്കര അനുഗ്രഹമാണ്. 4 വശവും ചിന്തിച്ചെടുത്താൽ മതി, എല്ലാം എടുക്കണ്ട. ദൈവം ചില വഴികളെ അടയ്ക്കും. നിങ്ങൾ അമ്മമാർ അല്ലെ അപ്പച്ചന്മാർ അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ നിങ്ങളോട് പറയില്ലേ, നിൻ്റെ ആ കൂട്ട് അത്ര ശരിയല്ല, പിന്നെ ആ കൂട്ടിനെന്താ ഇത്ര കുഴപ്പം? ചില വഴികളെ ദൈവം അടയ്ക്കും. ചില ആളുകളോട് പറയും, ദയവ് ചെയ്ത് ഇവിടെ ശുശ്രൂഷയ്ക്ക് വരല്ല കേട്ടോ. അപ്പോൾ വേറെ ആൾക്കാർ എന്താ അങ്ങനെ പറഞ്ഞ, പുള്ളി നല്ല മനുഷ്യനല്ലേ? ഇല്ല, ദൈവം ഇപ്പോൾ അങ്ങനെയാ ചിന്തിക്കുന്നത്, ഇപ്പോൾ ആ വ്യക്തി വേണ്ട, കുറച്ച് മാറി നിൽക്കട്ടെ. ചില വഴികളെ ദൈവം അടയ്ക്കും, ചില വഴികളെ ദൈവം തുറക്കും. ഇത് അനുഭവിച്ചവർക്ക് ഇത് കൂടുതൽ വേഗത്തിൽ പിടികിട്ടും. അല്ലെങ്കിൽ ഈ വാക്യം നോക്കിക്കേ, ഇനി അടുത്ത ഭാഗം 23-ാമത്തെ വാക്യം. കർത്താവിന്റെ ദൂതൻ, ശ്രദ്ധിച്ചോ, കർത്താവിന്റെ ദൂതൻ ഊരിയ വാളുമായി വഴിയിൽ നിൽക്കുന്നത് കണ്ട് കഴുത വഴി അടച്ചത് എങ്ങനെയാ? ദൈവം കർത്താവിന്റെ ദൂതന്മാർ ഒറയിൽ നിന്ന് ഊരിയ വാളെടുത്ത് ബാലാം പോകുന്ന വഴിക്ക് ഓപ്പോസിറ്റ് നിന്നു. ഊരിയ വാള് പിടിച്ച് ഒരിക്കലും നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞു. ചില വഴികളിൽ മുന്നോട്ട് പോകാൻ പറ്റിയില്ല എന്നോർത്ത് വിഷമിക്കേണ്ട. ദൈവം മറ്റൊരു അനുഗ്രഹം നിനക്കൊരുക്കുന്നത് കൊണ്ടാണ്. അയ്യോ, ആ രാജ്യത്ത് പോകാൻ പറ്റിയില്ലല്ലോ, എൻ്റെ കൂടെ ഉള്ളവരെല്ലാം പോയി. അതിനേക്കാൾ നല്ല രാജ്യത്ത് നിന്നെ എത്തിക്കാനാണെങ്കിലോ, അതിനേക്കാൾ സാലറിയുള്ള ഒരു സ്ഥലത്ത് ദൈവം നിന്നെ എത്തിക്കാനാണ് ദൈവത്തിൻ്റെ പദ്ധതിയെങ്കിലോ, നമുക്കെല്ലാം ഇന്നേ നേരത്തെ കാണാനുള്ള കഴിവില്ല. ഊരിയ വാളുമായി വഴിയിൽ നിൽക്കുന്നത് കണ്ട് കഴുത വയലിലേക്ക് ചാടി. ഇതാരാ കണ്ടത്? കഴുത. കൂടെയുള്ളവരാരാ? പ്രഭുക്കന്മാർ, പ്രമാണിമാർ, ബാലാം. ഈ വലിയ പുള്ളികൾ ആരും കണ്ടില്ല. കണ്ടതാരാ? കഴുത. കണ്ടത് കഴുതയാണ്. ഇന്നും അങ്ങനെയാണ്. നമ്മളോട് ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ചിലർ നമ്മളോർക്കും പുള്ളിക്ക് അതിന് വിദ്യാഭ്യാസമുണ്ടോ, പുള്ളി അതിന് തിയോളജി ഒന്നും വലിയ കാര്യമായിട്ട് പഠിച്ചിട്ടില്ലല്ലോ, പുള്ളി റോമിൽ പോയൊന്നും ഡോക്ടറേറ്റ് ഒന്നും എടുത്ത് പുള്ളിക്ക് വിവരമുണ്ടോ? കഴുതകളായിരിക്കും ദൈവം നിനക്ക് വേണ്ടി ചിലത് ഒരുക്കുന്നത്. ആദ്യം കാണുന്നത് കൂടെയുള്ള വലിയ പുള്ളികളൊന്നും ആയിരിക്കത്തില്ല. നമ്മൾ പറയില്ലേ, പുള്ളി ഒരു കഴുതയാണ്. കഴുതയായിരിക്കും ആദ്യം നിനക്കുള്ളത് കാണുന്നത്. ഇത് വായിച്ചു നോക്കുമ്പം ഈ കൂടെയുള്ളവർ പ്രഭുക്കന്മാരും പ്രമാണിമാരും ബാലാമുമാണ്. ഒന്നും നിസ്സാരക്കാരല്ല, നാട്ടിലെ വലിയ പുള്ളികളാണ്. ഇവരാരും കണ്ടില്ല. പക്ഷെ ബാലാമിൻ്റെ കഴുത അത് കണ്ടു. നമ്മൾ ആരെയും തരം താഴ്ത്തരുത്. അയാൾക്കെന്നാ യോഗ്യതയുള്ളത്? അയാളുടെ വീട് അങ്ങനല്ലേ,
ചിലപ്പോൾ അയാളെ ആയിരിക്കും ദൈവം നമുക്കുള്ള ചില കാര്യങ്ങൾ അയാളിലൂടെ ആയിരിക്കും നമുക്കുണ്ടാകുന്നത്. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ ബാലാം എന്നായെന്നറിയോ, അടിയെടുത്ത് കഴുതക്കെട്ട് അടിച്ചു. കാരണം കഴുത മുന്നോട്ട് പോകാത്തത്, ഊരിയ വാളുമായി ദൈവത്തിൻ്റെ ദൂതന്മാർ അവിടെ നിൽക്കുന്നത് പ്രമാണികൾ കണ്ടില്ല, കഴുത കണ്ടു. ആമേൻ. കഴുത കണ്ടു. ദൈവം ഒരു കഴുതേനെ പ്രയോജനപ്പെടുത്തുന്നത് കണ്ടോ? നമ്മൾ പറയില്ലേ, കഴുതയെ കൊണ്ട്, അതിന് ബുദ്ധിയില്ലാത്തൊരു ജീവിയാണ് കഴുത. ചില മനുഷ്യരെ നമ്മൾ ദേഷ്യം വരുമ്പോൾ നീ എന്നാ ഒരു കഴുതയാണെന്ന് ചോദിക്കും. അധ്യാപകർ പഠിപ്പിക്കുന്ന ചില പിള്ളേരെ ഈവൻ ഒരു കഴുതയാണെന്ന് പറയും. കഴുതയെന്ന് പറയുന്നത് ഏറ്റവും താഴ്ത്തിക്കെട്ടി പറയുന്നൊരു വാക്കാണ്. കഴുതയോട് ചേർത്ത് പോയി, നീ ഒരു കഴുതയാണല്ലോ, നിന്നെക്കൊണ്ട് ഒരു ഗുണമില്ലാത്തൊരു കഴുതയാണ്, നിന്നെക്കൊണ്ട് ആർക്കും ഗുണമില്ല. ഇപ്പം കണ്ടത് ഈ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൂതനെ കണ്ടത് പ്രമാണിമാരല്ല, കഴുതയാണ്. ആമേൻ. എന്നോട് ഒത്തിരി പേർ ചോദിച്ചു, എന്നോട് പലരും ചോദിച്ചു, എങ്ങനെയാണ് ദിവസവും വചനം പറയുന്നത്, എവിടുന്ന് കിട്ടുന്നു, എങ്ങനെ കിട്ടുന്നു? ദൈവം ഈ വചനത്തിലുള്ള ചില കാര്യങ്ങളെ ഇന്നും ചില കഴുതയെ കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ. എന്നോട് ഒത്തിരി പേര്, എന്നെ പലരും വിളിച്ച വാക്കാണ്, നീ ഒരു കഴുതയാണ്, നീ ഒരു കഴുതയാണ്, നിന്നെക്കൊണ്ട് എന്നാ ഗുണമുള്ളത്, നിന്നെക്കൊണ്ട് എന്തിന് കൊള്ളാം, നിൻ്റെ വീട് ഇങ്ങനെയല്ലേ, നിൻ്റെ അപ്പൻ ഇങ്ങനെയല്ലേ, നിൻ്റെ സഹോദരൻ ഇങ്ങനെയല്ലേ, നിനക്കൊക്കെ എന്നാ യോഗ്യതയുണ്ട് അവിടെ നിന്ന് പ്രസംഗിക്കാൻ, നീ നാട് നന്നാക്കുന്നതിന് മുമ്പ് നിൻ്റെ വീട് നന്നാക്കുക. ഇവരെല്ലാം പറഞ്ഞു വയ്ക്കുന്നത് നീ ഒരു കഴുതയാന്നാണ്. പക്ഷെ ഇന്നും ദൈവം ചില കാര്യങ്ങളെ കാണിക്കുന്നത് കഴുതേനെയായിരുന്നു. ഹല്ലേലൂയ. ആദ്യം കണ്ടത് കഴുതയാണ്. ആമേൻ. വലിയ പ്രമാണിമാരൊന്നും കണ്ടില്ലെന്നേ. അപ്പോൾ കഴുതയാന്ന് വിചാരിച്ച് ചാടിക്കയറി അടിക്കാൻ പോവല്ലേ, ആ കണ്ടതിൽ എന്തോ ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്നവർ പോലും വലിയവരാണ്. നമ്മുടെ വീട്ടിലെ നമ്മൾ പറയും, വീട്ടിൽ പണിയാൻ വന്ന ആളാ, വീട്ടിൽ പറമ്പിൽ പണിയാൻ വന്ന ആളാ, അത് അടുക്കള പണിക്ക് വന്ന ഒരാളാ. ചിലപ്പോൾ നിങ്ങൾക്കുള്ള ചില നന്മകളെ ആ വീട്ടിൽ അടുക്കളപ്പണി എടുക്കുന്ന ആളായിരിക്കും പറയുന്നത്, ആൻറ്റി ഇത് നല്ലതല്ലെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നീ ആരാ പറയാ, നിനക്കതിന് ലോകപരിചയമുണ്ടോ? ഇവിടെ ദൈവം കാണിച്ചു കൊടുത്തത് കഴുതയ്ക്കാണ്. കഴുതയുടെ കണ്ണുകൾ അത് കണ്ടു. അപ്പോൾ ബാലാം എന്ത് ചെയ്തു എന്നറിയാമോ? വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബാലാം അതിനെ അടിച്ചു. ബാലാം കഴുതയ്ക്കിട്ട അടിയോടടി. കഴുതയ്ക്ക് മിണ്ടാൻ അറിയില്ല, കഴുത കരഞ്ഞു എന്നാണ്. അടിച്ചു. നീ എന്തിനാ ഇങ്ങോട്ട് ചാടിയത്, നേരെ പോയിക്കൂടെ? അവിടെ വഴി അടച്ച് ദൈവത്തിൻ്റെ ദൂതൻ നിൽക്കുക, നീ മുന്നോട്ട് പോയ അപകടമാ, നിന്റെ മുന്നോട്ടുള്ള യാത്ര ബുദ്ധിശൂന്യതയാണ്, പോകല്ല്. ഇത് കണ്ടത് കഴുതയാണ്, കഴുതേനെ അടിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ മുന്തിരിത്തോട്ടത്തിൽ ഇരുവശവും മതിലുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്ന്, അവിടെ രണ്ട് സൈഡും മതിലുള്ള ഒരു സ്ഥലം ഉണ്ടായി, രണ്ട് സൈഡും കയ്യാല കെട്ടി വെച്ചിരിക്കുക മതില്. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ആ രണ്ട് സൈഡും മതിലുള്ള സ്ഥലത്ത് കയറി നിന്നു. അപ്പോൾ ഇതൊന്നും പ്രമാണിമാരും ബാലാമും കാണുന്നില്ല, കഴുത ഇത് കണ്ടോണ്ടായിരിക്കുന്നേ. അപ്പോൾ കർത്താവിൻ്റെ ദൂതനെ കണ്ട് കഴുത മതിലിനോട് ചേർന്ന് ഒതുങ്ങി. അവിടെ ദൈവത്തിൻ്റെ ദൂതൻ ഊരിയ വാളുമായി നിൽക്കുന്നത് കണ്ട് കഴുത എന്ത് ചെയ്തു? ഭിത്തിയോട്, ആ മതിലിനോട് ചേർന്ന് നിന്നപ്പം കഴുതപ്പുറത്തിരുന്ന ബാലാമിൻ്റെ കാല് ഭിത്തിയിൽ ഒരഞ്ഞു. പുള്ളിയുടെ കാലിന് ചെറിയ മുറിവുണ്ടായി. ബാലാമിൻ്റെ കാൽ മതിലിൽ ഉരഞ്ഞു. മതിലിനോട് ചേർന്ന്, ഭിത്തിയോട് ചേർന്ന് കാൽ ഒരഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യം ഇരട്ടിയായി. അവൻ കഴുതയെ വീണ്ടും അടിച്ചു, ഭയങ്കരമായി ഉപദ്രവിച്ചു. കർത്താവിൻ്റെ ദൂതൻ മുൻപോട്ട് പോയി ഇടം വലം തിരിയാൻ ഇടമില്ലാത്ത ഇടുങ്ങിയ സ്ഥലത്ത് വീണ്ടും ഈ പുള്ളിക്ക് എന്തെല്ലാം തടസ്സം ഉണ്ടായപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ചില വഴികളെ ദൈവം അടയ്ക്കും, മുന്നോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. പോയാൽ നീ ഒരു അപകടത്തിൽ ചാടുമെന്ന് ദൈവത്തിനറിയാം. ആമേൻ. ഇനി എഴുതിയിട്ടുണ്ട്, ഇടം വലം തിരിയാൻ പറ്റാത്ത ഒരു സ്ഥലത്തു നിന്നു. അത് ശ്രദ്ധിക്കണം. മുമ്പേ പല സ്ഥലത്തും ദൂതൻ ആദ്യം നിന്നു. അപ്പോൾ കഴുത വയലിലേക്ക് ചാടി. അപ്പോൾ കഴുതേനെ അടിച്ചു. വീണ്ടും മതിലുള്ള സ്ഥലത്ത് നിന്നു. ബാലാമിൻ്റെ കാല് ഒരഞ്ഞു. വീണ്ടും ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ഒരു ഇടുങ്ങിയ വഴി കയറി നിന്നു. അപ്പോഴോ ദൂതനെ കണ്ടപ്പോൾ കഴുത
കിടന്നുകളഞ്ഞു. മുന്നോട്ട് പോകാൻ പറ്റാതെ കഴുത വയലിലേക്ക് ചാടാൻ പറ്റൂല, മതിലിനോട് ചേരാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കഴുത അവിടെ കിടന്നു. ആ മൃഗം അവിടെ കിടന്നു. ബാലാമിന്റെ കോപം ജ്വലിച്ചു. കിടന്ന കഴുതേനെ, ആ മിണ്ടാപ്രാണിയെ ബാലാം വീണ്ടും വീണ്ടും അടിച്ചു. ഇപ്പം പല അടികളായി അതിൻ്റെ മേത്ത് കിട്ടുന്നു. പല വിഷമങ്ങൾ ആ മൃഗത്തിനുണ്ടായി. അപ്പോൾ ഒരു കാര്യമുണ്ടായി, കഴുതയ്ക്ക് ദൈവം സംസാര ശക്തി കൊടുത്തു എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ദൈവം ഒരാൾക്കും കിട്ടാത്ത ഒരു ഭാഗ്യം, ഒരു മൃഗം സംസാരിച്ചു, മനുഷ്യന്റെ ഭാഷയിൽ സംസാരിച്ചു. അപ്പോൾ കർത്താവ് കഴുതയ്ക്ക് സംസാര ശക്തി നൽകി. ഇച്ചിരി അടി കിട്ടിയാലും ഇച്ചിരി പ്രശ്നം ഉണ്ടായാലും ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം ഇപ്പോൾ കഴുതയ്ക്കുണ്ടായി. ചില വിഷമങ്ങൾ നമ്മുടെ അനുഗ്രഹമാണ്. ആമേൻ. ചില സങ്കടങ്ങൾ അത് വലിയ കിരീടമാണ്. ഹല്ലേലൂയ. നമുക്ക് ചില അടികൾ കിട്ടും, ചില വിഷമങ്ങളൊക്കെ വരും, ചില പ്രതിസന്ധികൾ വരും. അത് വേറൊരു നന്മയ്ക്ക് കാരണമായി. കഴുത 3 പ്രാവശ്യം എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു എന്ന് അത് ബാലാമിനോട് ചോദിച്ചു. ആര് ചോദിച്ചു? പ്രഭുക്കന്മാരോ പ്രമാണിമാരോ അല്ല, കഴുത ചോദിച്ചു. നീ എന്നെ കുറെ പ്രാവശ്യമായി അടിക്കുന്നു, എന്തിനാണ് എന്നെ ഇങ്ങനെ അടിക്കുന്നത്? എന്തിനാണ് എങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ നിന്നോട് എന്തു തെറ്റ് ചെയ്തു എന്ന് ആര് ചോദിച്ചു? കഴുത ചോദിച്ചു. ഈ ബാലാമിനോട് ചോദിച്ചു, ഞാൻ നിന്നെ ഇതിനു മുമ്പ് പല സ്ഥലത്തും കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷേ എവിടെയും നിന്നെ ഞാൻ ലക്ഷ്യത്തിലെത്താതിരുന്നിട്ടില്ല. നീ ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്നെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷേ ഇവിടെ നീ എന്തിനാ എന്നെ അടിക്കുന്നത്? ഇതാ നിന്റെ മുന്നോട്ടുള്ള വഴിയെ തടഞ്ഞ് ദൂതൻ മുമ്പിൽ നിൽക്കുന്നോണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. എന്നിട്ട് നീ ഉന്തിത്തള്ളി മുന്നോട്ട് പോവാണ് വാശി പിടിച്ച്. വായിച്ചേ. ബാലാം കഴുതയോട് പറഞ്ഞു, നീ എന്നെ അവഹേളിച്ചു. ബാലാം പറയുകയാണ്, നീ എന്നെ അവഹേളിച്ചു. നീ എൻ്റെ വഴികളിൽ പല പ്രാവശ്യം തടസ്സം ഉണ്ടാക്കുന്നു. ബാലാം എന്നിട്ടും കാണുന്നില്ല കഴുത കണ്ട ദൈവീക ഇടപെടലുകളെ. ഞാനിങ്ങനെ ഓർക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഇപ്പോഴൊന്നുമല്ല, ഞാൻ വളരെ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ എൻ്റെ ഒരു കുടുംബക്കാരുടെ വീട്ടിൽ ഞാൻ ആയിരിക്കുമ്പം ഒരു കാര്യം ഒരാൾ പറയുവാണ്. ആ വ്യക്തിയോട് പറയുക, വന്ന് ആരാന്നറിയാമോ? ആ വീട്ടിൽ പഴയ പാത്രങ്ങളൊക്കെ വിൽക്കാൻ വന്ന ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ, ഒരമ്മ, മലയാളിയൊന്നുമല്ല, മലയാളമൊക്കെ പഠിച്ച് മലയാളം അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്ന ഒരാൾ വീടിൻ്റെ തിണ്ണയിലിരുന്ന് പാത്രം, ഇങ്ങനെ പഴയ പ്ലാസ്റ്റിക്, ഇന്നും അങ്ങനെ ഇല്ല, വിലയില്ലാത്ത കുറേ പാത്രങ്ങളാണ്, പഴയ പാത്രങ്ങൾ, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വന്നയാൾ വീട്ടിലുള്ള ഒരാളോട് ചോദിക്കുവാണ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ ഓർത്ത് നിങ്ങൾ കരയുവാണല്ലോ എന്ന്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളെ ഓർത്ത്. അപ്പോൾ എൻ്റെ വീട്ടിലിരുന്ന് അവർ പറയുക, അയ്യോ അത് ശരിയാണല്ലോ, നിങ്ങൾക്ക് എങ്ങനെ പിടികിട്ടി? ആളൊരു കൗൺസിലറല്ല, ക്രിസ്ത്യാനിയാണോ എന്നറിയത്തില്ല, പക്ഷെ വീട്ടിൽ പാത്രം വിൽക്കാൻ വന്ന ആൾ പറയുക, നിങ്ങളുടെ ഉള്ളിലൊരു ദുഃഖമുണ്ടെന്നും നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളെ ഓർത്ത് കരയുന്നുണ്ടെന്നും. ഇന്നും ദൈവം ചില കാര്യങ്ങളെ കാണിക്കുന്നത് വലിയ പുള്ളികളെയൊന്നും അല്ല കേട്ടോ. ഹല്ലേലൂയ. വലിയ പുള്ളികളെയൊന്നുമല്ല, കഴുതകളെയാണ്. ഇന്നും അങ്ങനെയല്ലേ? 10ാം ക്ലാസ്സിൽ തോറ്റുപോയ ആളാണ് ഞാൻ. 2ാമത് പാരൽ കോളേജിൽ പോയി പഠിച്ചെഴുതിയാണ് എന്നെ ആളുകൾ വിളിച്ചത് കഴുതയെന്നാണ്. ഞാൻ ഒരു വലിയ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ ഭാഷകൾ അറിയാം. മലയാളം അറിയാം, കന്നഡ അറിയാം, തമിഴ് അറിയാം, ഹിന്ദി അറിയാം, എല്ലാം അറിയാം. എനിക്ക് ഇംഗ്ലീഷ് പോലും മര്യാദയ്ക്ക് അറിയാൻ പാടില്ല. ഒരു നീണ്ട യാത്ര പോകാൻ ഞാൻ പേടിച്ചിട്ട് ഈ ഭാഷ അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പോകത്തില്ല. ഈ ഫ്ലൈറ്റിൽ കയറിയാൽ എന്നെ എയർപോർട്ടിൽ ചെന്നാൽ എന്നാ പറയുമെന്ന് അറിയത്തില്ല. ഫ്ലൈറ്റിൽ കയറിയാൽ അവരോട് എന്നാ ചെയ്യുന്നത്, ഏതെങ്കിലും രാജ്യത്ത് ഇറങ്ങിയാൽ ആ രാജ്യത്ത് ഈ സംസാരിക്കാൻ അറിയത്തില്ല. പക്ഷേ ദൈവം ചിലത് കാണിക്കുന്നത് കഴുതയാണ്. നോക്ക്, കൂടെയുള്ള ഒരു പ്രഭുക്കന്മാരാണ്, അവരൊന്നും കണ്ടിട്ടില്ല. ആരെയും അവഗണിക്കരുത്. നിനക്കുള്ള നന്മകളെ നമ്മൾ വില കുറച്ച് കാണുന്ന ആളുകളായിരിക്കും നമുക്ക് മുന്നേ അവർ കാണുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളാരും ചെറിയവരല്ല. നല്ല മെസ്സേജുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. പ്രാർത്ഥിച്ച് കാണുന്നവർ,
പ്രാർത്ഥിച്ച് കണ്ടു പറയുന്നവർ. ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങളുടെ മനസ്സിലൊരു ഭാരമുണ്ടല്ലോ, എന്താ വിഷമിക്കുന്നേ? മനസ്സിൽ കണ്ടിട്ടാ ദൈവം കാണിച്ചിട്ട് അവർ ചോദിക്കുന്നേ. നിന്റെ മുമ്പിൽ ഒരു വഴി തുറക്കും. പുള്ളി എങ്ങനെയാ പറഞ്ഞത്? പുള്ളി ദൈവം ഇടപെടൂന്ന് പറഞ്ഞല്ലോ, എങ്ങനെ ഇടപെടുമെന്ന് എന്ന് കണ്ടിട്ടാ പറഞ്ഞത്. അത് ദൈവം ആ കഴുതയുടെ കണ്ണിലായിരിക്കും കാണിച്ചു കൊടുത്തത്. ചിലർ പറയില്ലേ, അച്ഛൻ പറഞ്ഞ പോലെ നടന്നു, പുള്ളിക്ക് എങ്ങനെയാ ഇത് പിടികിട്ടിയത്? ദൈവം വലിയ പുള്ളി ആയോണ്ടല്ല, ഇത് കാണിച്ചു കൊടുത്തത് ഒരു കഴുതയാണ്. ആ കഴുതയ്ക്ക് കിട്ടിയതോ അടിയോടടി, ഉപദ്രവം. അവസാനം ആ കഴുത ചോദിച്ചു, നീ എന്തിനാ എന്നെ ഇങ്ങനെ തല്ലുന്നേ? അപ്പോൾ ബാലാം പറഞ്ഞു, നീ എന്നെ അവഹേളിച്ചു, നീ എന്നെ നിന്ദിച്ചു. പിന്നെയോ ബാക്കി വായിച്ചേ. വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു. എൻ്റെ കത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കഴുത്തിന് കത്തി വെച്ചേനെന്ന് പറഞ്ഞു. കഴുതയോട് പറയുവാണ്, എൻ്റെ കത്തി ഇല്ലായിരുന്ന ഭാഗ്യം, വാളുണ്ടായിരുന്ന വെട്ടി ഞാൻ പല കഷ്ണം കറി വെച്ച് തിന്നേനെന്ന് പറഞ്ഞു. കഴുതയോട് പറഞ്ഞതിനെ വെട്ടി കൊന്ന് ഞാൻ കഷ്ണങ്ങളാക്കി അടുപ്പേ വെച്ച്. അതാ പറഞ്ഞത്, വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു. നിന്നെ ഞാൻ കൊന്നുകളഞ്ഞന്. ഭാഗ്യത്തിന്, നിന്റെ ഭാഗ്യത്തിൻ്റെ ആയുസിൻ്റെ ബലം കൊണ്ട് എൻ്റെ കയ്യിൽ വാളില്ല. കഴുത ബാലാമിനോട് ചോദിച്ചു, ഇന്ന് വരെ നീ സഞ്ചരിച്ചിരുന്ന ഏതാ വാക്യം? ഏതാ? 30-ാമത്തെ വാക്യം വായിച്ചേ. കഴുത ബാലാമിനോട് ചോദിച്ചു, ഇന്ന് വരെ നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതയല്ലേ ഞാൻ? ഈ വാക്ക് ഈ കഴുത പറയുമോ? ഞാൻ ഇത് സംസാര ശക്തിയുള്ള കഴുത പറഞ്ഞോ? ഞാൻ ദൈവത്തിൻ്റെ ദൂതനെ കണ്ടു ഒന്നും പറഞ്ഞില്ല. കഴുത പറഞ്ഞു, ഞാൻ ഇന്നുവരെ നിന്നെ ചുമന്ന് നടന്ന നിന്റെ കഴുതയാണ് ഞാൻ. ഇന്നുവരെ നിന്നെ ഞാൻ അവഹേളിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ബാലാം പറഞ്ഞു, ഇല്ല, ഒരിക്കലും ചെയ്തിട്ടില്ല. ഇനി അടുത്തതാണ് ഇതിന്റെ ടേണിംഗ് പോയിന്റ്. 31-ാമത്തെ വാക്യം. അപ്പോൾ കർത്താവ് ബാലാമിന്റെ കണ്ണുകൾ തുറന്നു. അപ്പോൾ ബാലാമിന്റെ കണ്ണിനെ ദൈവം തുറന്നു. നിങ്ങളുടെ കണ്ണുകള് അത്രയും നേരം ബാലാം കണ്ണടച്ചിരിക്കുമായിരുന്നു എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോഴാ കണ്ണ് തുറക്കുന്നത്. നിങ്ങൾക്കും ചില നന്മകളെ കാണാൻ ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറക്കും. അപ്പോഴാണ് നമ്മൾ കാണുന്നത് പറഞ്ഞ് ഇങ്ങനെ കാണുന്നതല്ല, ചില കാര്യങ്ങളെ നമ്മൾ കാണാതെ തന്നെ കാണാൻ തുടങ്ങും. നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ചില ആളുകളോട് സംസാരിക്കുമ്പം നമുക്ക് തോന്നില്ലേ, പുള്ളി ഒരു ചതിയനാണ്. നമുക്ക് തോന്നും പുള്ളി കറക്റ്റല്ല, പുള്ളിക്കൊരു ആത്മാർത്ഥതയില്ല, പുള്ളി ചിരിക്കുന്നൊരു മുഖം ഉണ്ടേലും അകത്ത് പുള്ളിയുടെ മുഖം ചിരിക്കുന്നതല്ല. അയ്യോ, എങ്ങനെയാ മനസ്സിലായേ? ചില കാര്യങ്ങളെ കഴുത കണ്ടതുപോലെ ദൈവം നമ്മളെ കാണിക്കും. അത് നീ ശ്രദ്ധിക്കണം. ഒത്തിരി കൂട്ടുകൂടാൻ പോകണ്ട, ഒത്തിരി അടുക്കാൻ പോകണ്ട. അയ്യോ, പുള്ളിക്ക് എന്താ കുഴപ്പം? അല്ല, ദൈവം നിന്നെ അത് ചില കാര്യങ്ങളെ ദൈവം കാണിച്ച് തന്നാൽ പിന്നെ ഉന്തി തള്ളി പോകല്ലേ, അത് നന്മയ്ക്കാണ്. ഒരു വഴി അടയ്ക്കുന്നത് കണ്ടോ? അടുത്ത ഭാഗം വായിച്ചേ. വഴിയിൽ നിൽക്കുന്ന കർത്താവിന്റെ ദൂതനെ കണ്ട് അവൻ കവിഴ്ന്നു വീണു. അന്നേരം ദൈവത്തിന്റെ ദൂതനെ കണ്ട് മുമ്പേ കഴുത വീണ പോലെ കമിഴ്ന്നു കിടന്നു. കർത്താവിന്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു. ഇനി ശ്രദ്ധിക്കണം, കർത്താവിന്റെ ദൂതൻ ഈ ബാലാമിനോട് പറഞ്ഞു, കഴുതയെ 3 പ്രാവശ്യം അടിച്ചത് എന്തിന്? അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, കഴുതേനെ അടിച്ചത് പോലും ദൈവം കണ്ടു. അതൊരു മൃഗമല്ലേ, കഴുതയല്ലേ? അതിൻ്റെ ഒരു 10 കിട്ടിയപ്പോൾ എന്താ കുഴപ്പം? അല്ല, ജീവനുള്ള ഒരു മൃഗത്തിന് കിട്ടിയ അടി പോലും ചോദിക്കുവാണ്, നീ കഴുതേനെ 3 പ്രാവശ്യം അടിച്ചത് എത്ര അടി കിട്ടിയെന്ന് ഇപ്പോൾ ആർക്കറിയാം? നമ്മളൊക്കെ എന്തേരം സഹനത്തിലൂടെ കടന്നു പോകുന്നതെന്ന് അടുത്തിരിക്കുന്ന ആൾക്കറിയത്തില്ല. എൻ്റെ കൂടെ വണ്ടിയെ വന്ന ആൾക്കാർക്ക് ഒട്ടും അറിയില്ല. പക്ഷേ എൻ്റെ ദൈവത്തിനറിയാം നീ എത്ര അടി കൊണ്ടിട്ടുണ്ട്, എന്തേരെ കരഞ്ഞിട്ടുണ്ട്, എന്തേരെ വിഷമിച്ചിട്ടുണ്ട്, എന്തേരെ തലകുരിഞ്ഞിട്ടുണ്ട്, എത്ര പ്രാവശ്യം നാണം കെട്ടിട്ടുണ്ട്. മനുഷ്യർക്കറിയത്തില്ല. ഇപ്പം നിങ്ങൾ നോക്കുമ്പോഴും മൈക്കും പിടിച്ച് പുള്ളി വെള്ള ഷർട്ടൊക്കെ ഇട്ട് അങ്ങ് പ്രസംഗിക്കുകയാണ്. പുള്ളിക്ക് എന്നാ ഭാഗ്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ദൈവത്തിനറിയാം ഞാൻ എത്ര അടി കൊണ്ടിട്ടുണ്ട്, എത്ര ദിവസം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, എവിടെയെല്ലാം അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയത്തില്ല. പുള്ളിക്ക് എന്നാ സുഖമാണ്, വെള്ളയിട്ടേച്ച് അങ്ങ് 1 മണിക്കൂർ അങ്ങ് കീച്ചിയാൽ മതി എന്ന് പറയും.
നമ്മളെ ഓരോരുത്തരെ ഓർക്കുമ്പോൾ പുള്ളിക്കൊക്കെ വലിയ കാറിൽ എന്നാ സുഖമാണെന്ന് നമ്മൾ പറയും. അപ്പോൾ പുള്ളിക്കൊക്കെ എന്നാ സൗകര്യമാണ്, പിള്ളേരൊക്കെ ഒരാൾ കാനഡയിൽ, വേറൊരാൾ US എന്നാ ഭാഗ്യമാ. ഓരോരുത്തർക്കും അറിയാം അവരവരനുഭവിച്ച അടികൾ എത്ര എണ്ണം ഉണ്ടെന്ന്, എത്ര ദിവസം ഇരുന്ന് കരഞ്ഞിട്ടുണ്ടെന്ന്, തൊട്ടടുത്ത ആളുകളുടെ മുമ്പിൽ നാണം കെട്ടിട്ടുണ്ടെന്ന്, ഓഫീസിൽ മുമ്പിൽ പല ജോലിക്കാരുടെ മുമ്പിൽ തല കുനിഞ്ഞു പോയിട്ടുണ്ട്. എത്ര അടി കിട്ടിയെന്ന് ഇപ്പം ദൈവം പറയുക. ഇങ്ങനെ ചോദിച്ചില്ലല്ലോ, നീ കഴുതേനെ എത്ര പ്രാവശ്യം അടിച്ചു, ഞാൻ എണ്ണിയില്ലെന്നല്ല പറഞ്ഞേ. ദൈവം പറയുകയാണ്, നീ കഴുതേനെ 3 പ്രാവശ്യം അടിച്ചതെന്തിന്? 3 പ്രാവശ്യം അടിച്ചതെന്തിന്? അപ്പം നിങ്ങൾ ആരെയെങ്കിലും വാക്കുകൊണ്ടോ അടിക്കുന്നത് ശ്രദ്ധിക്കണം. ദൈവം ചോദിക്കൂ, എന്തിനാ അടിച്ച്? കാര്യമുള്ള കാര്യത്തിനാണോ? എന്തിനാ അടിച്ചത്? എന്തിനാ ആ വ്യക്തിയെ നീ ഉപദ്രവിച്ചത്? എന്തിനാ ആ വ്യക്തിയുടെ കല്യാണം മുടക്കിയത്? എന്തിനാ ആ വ്യക്തിയുടെ സ്ഥലക്കച്ചവടം നീ മുടക്കിയത്? ആ വ്യക്തി സ്ഥലം വിറ്റേച്ച് ആ കൊച്ചിനെ കെട്ടിക്കാൻ വേണ്ടി നോക്കുക, നീ എന്തിനാ അത് കയറി മുടക്കിയത്? ദൈവം ചോദിക്കുക, നീ എന്തിനാ അത് മുടക്കിയത്? നീ എന്തിനാ ആ വ്യക്തിയെക്കുറിച്ച് ഇല്ലാവചനം പറഞ്ഞ് പിടിപ്പിച്ചത്? മനസ്സാവാച അറിയാത്ത കാര്യം എന്തിനാ നാട്ടുമുഴുവൻ പറഞ്ഞു നടന്നത്? ദൈവം ചോദിക്കും. എല്ലാത്തിനും ഒരു കണക്കുണ്ട്. അല്ല, ഈ 3 പ്രാവശ്യം അടിച്ചത് എന്തെന്ന് ആര് ചോദിച്ചു? ദൈവം ചോദിച്ചു, നീ എന്തിനാ 3 പ്രാവശ്യം അടിച്ചത്? നമ്മൾ എത്ര അടി കൊണ്ടിട്ടുണ്ടെന്ന് ദൈവത്തിനറിയാം. ദൈവത്തിനറിയാം. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി അമ്മമാരെ ഇന്നും ഞാൻ കണ്ടു. ഒരുപാട് പേർ എൻ്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞവരാണ്. നല്ല വസ്ത്രം, നല്ല വില കൂടിയ വസ്ത്രമൊക്കെ ധരിച്ച് വന്നവരും കരഞ്ഞ ഇറങ്ങിപ്പോയത്. സ്വന്തമായി വീടും ചുറ്റുപാടും ഒക്കെ ഉള്ളവർ പോലും വന്ന് 2 മിനിറ്റ് കൊണ്ട് കരയാൻ തുടങ്ങിയിരിക്കുന്നു. ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന 1 മിനിറ്റിനകം അവരുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ചിലർ ഇവിടെ ശുശ്രൂഷകരോട് പറഞ്ഞു, എനിക്ക് അന്നേരം ഒന്നും പറയാൻ പറ്റിയില്ല, സങ്കടം കൊണ്ടൊന്നും പറയാൻ പറ്റിയില്ല. സങ്കടങ്ങൾ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാൻ വന്ന പലരും അവരനുഭവിച്ച സങ്കടങ്ങൾ കൊണ്ടൊന്നും പറയാൻ പറ്റിയില്ല. പറയാൻ പറ്റാത്ത വിധത്തിൽ ഒന്നും പറയാതെ അടഞ്ഞുപോയവരുണ്ട്. ഇപ്പൊ ചോദിക്കുവാണ്, നീ 3 പ്രാവശ്യം അടിച്ചതെന്തിന്? നിന്റെ യാത്ര അത് ശ്രദ്ധിക്കണം. നിന്റെ യാത്ര വിവേകശൂന്യം ആയതുകൊണ്ട് നിന്നെ തടയാൻ ഞാൻ വന്നത്. എന്തിനാ വന്നത്? നീ ഇങ്ങനെ പോയാൽ കുഴിയിൽ പോയി ചാടും, ഇങ്ങനെ പോയാൽ നിന്റെ സമ്പത്തും ആരോഗ്യവും നഷ്ടപ്പെട്ടു പോകും, ഇങ്ങനെ പോയാൽ നീ തലകുത്തി വീഴും. അതുകൊണ്ട് ഇവിടെ തടയാനാ ഞാൻ വന്നിരിക്കുന്നത്. തൊട്ടപ്പുറത്തോ വഴി തുറന്ന ദൈവം ഇപ്പുറത്തൊരു വഴി അടച്ചു. ചില വഴികളെ അടഞ്ഞുപോയി എന്നോർത്ത് വിഷമിക്കണ്ട കേട്ടോ. അത് വിവേകശൂന്യമായോണ്ട് ദൈവം തന്നെ അടച്ചതാണ്. വിഷമിക്കൊന്നും വേണ്ട, വിഷമിക്കണ്ട. എന്തോ നന്മയ്ക്കാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പിടികിട്ടും, ദൈവമേ അത് നടക്കാഞ്ഞത് നന്നായി, അത് മുന്നോട്ട് പോകാഞ്ഞത് നന്നായി, അത് എന്തോ നന്മയ്ക്കാണല്ലോ. ഇപ്പൊ അതൊന്നും ഉൾക്കൊള്ളാൻ പോലും പറ്റത്തില്ല. 10 പേര് അടുപ്പിച്ചിരുന്ന് കൗൺസിലിംഗ് കൊടുത്തിട്ട് പുള്ളി വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 10 പ്രാവശ്യം ഇവിടെ വന്നിട്ടും സങ്കടങ്ങൾ മാറുന്നില്ല. വഴി എവിടെയെങ്കിലും ദൈവമായിട്ട് നിന്നെ തടസ്സപ്പെടുത്തിയോ? നല്ലതിനാണ് 1000 വട്ടം ഈ മൈക്കിലൂടെ വിളിച്ചു പറയാം. എന്തോ നന്മയ്ക്കാണ്. അതൊന്നും കാണാനും പറയാനും ശരിക്കും നമുക്കറിയില്ലെങ്കിലും, മനുഷ്യരെന്ന നിലയിൽ നമുക്കറിയില്ലെങ്കിലും മനസ്സിന്റെ ചങ്കിനകത്ത് എഴുതി വെച്ചു, അത് നന്മയ്ക്കാണ്. അത് ദൈവം അടച്ചു. നിന്റെ യാത്ര വിവേകശൂന്യമാകയാൽ നിന്നെ തടയാൻ ഞാൻ വന്നിരിക്കുന്നു. പിന്നെയോ, ഈ 3 പ്രാവശ്യവും കഴുത എന്നെ കണ്ടാണ് തിരിഞ്ഞു പോയത്. അങ്ങനെ വഴി മാറിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ കൊല്ലുകയും നീ തകർന്നു പോകുമായിരുന്നു. കഴുത നിന്നെ ഇത് കണ്ടിട്ട് നേരെ മുന്നോട്ട് പോയായിരുന്നെങ്കിൽ നീ മൂക്കുകുത്തി തകർന്ന് തരിപ്പണമാകുമായിരുന്നു. ഇവിടെ ഇരുന്ന് ചിന്തിച്ച്, എല്ലാവരും ചിന്തിച്ച് പ്രാർത്ഥിച്ച്, ചില വഴികളെ ദൈവം തുറക്കും. എവിടെ? കരമുയർത്തി പ്രാർത്ഥിക്കുന്നിടത്ത് വഴി അടയുവല്ല, വഴി തുറക്കും. ചില സ്ഥലത്ത് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ, നീ പോകണ്ട, ചെയ്യണ്ട, അത് വേണ്ട, ആ ബന്ധം നിനക്ക് വേണ്ട, കല്യാണം വേണ്ട കേട്ടോ, ആ ഇടപാട് വേണ്ട കേട്ടോ, ആ പാർട്ട്ണർഷിപ്പ് വേണ്ട, ആ കച്ചവടം നീ ചെയ്യണ്ട, അവിടെ അങ്ങോട്ട് പോകണ്ട, ആ രാജ്യത്ത് പോകണ്ട. ദൈവം വഴി തടയും. അതതിനേക്കാൾ നല്ലതിനാണ്. എല്ലാവരും കേട്ടേ, എല്ലാം ഒരു നന്മയ്ക്കാണെന്ന് മനസ്സിൽ വിശ്വസിച്ച് ഇത് കേട്ടതും ഇത് ഞാൻ പ്രസംഗിച്ചതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വാക്കുണ്ട്. ദൈവം ചോദിക്കുവാണ്, ബാലാം, നീ എന്തിനാ മിണ്ടാപ്രാണിയെ 3 പ്രാവശ്യം അടിച്ചത്? അതൊരു മിണ്ടാപ്രാണിയല്ലേ? ചിലപ്പോൾ ഭർത്താവിനോട് ചോദിക്കും, നീ എന്തിനാ നിൻ്റെ ഭാര്യയെ ആവശ്യമില്ലാതെ അടിച്ചത്? നീ എന്തിനാ നിൻ്റെ ഭാര്യയെ ഇറക്കി വിട്ടത്? നീ കൊള്ളത്തില്ല, നീ വന്നേ പിന്നെ എൻ്റെ ജീവിതം തകർന്നതെന്ന് നീ എന്തിനാ നിൻ്റെ ഭാര്യയോട് പറഞ്ഞത്? ഇറങ്ങിപ്പോകാൻ നിൻ്റെ ഭാര്യയോട് എന്തിനാ പറഞ്ഞത്? ഇത് നിങ്ങൾ 2 പേരെ കേട്ടിട്ടുള്ളെങ്കിലും
നമ്മളെ കണ്ടിട്ടില്ലാത്തൊരാൾ നമ്മളെ കാണുന്ന ദൈവം അത് കണ്ടിട്ടുണ്ട്. നീ നിൻ്റെ ഭാര്യ എന്ന നിലയിൽ ചിലപ്പോൾ ചോദിക്കും, ഭർത്താവിനോട് എന്താ ഇങ്ങനെ പറഞ്ഞത്? നീ ഭർത്താവിനെ എന്തിനാ എല്ലാവരുടെയും മുമ്പിൽ അവഹേളിച്ചത്? നീ ഭർത്താവിനെ മുമ്പിൽ എന്തിനാ അങ്ങനെ പറഞ്ഞത്? നീ ഭർത്താവിൻ്റെ കുറ്റം എന്തിനാ നിൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞത്? ചിലപ്പോൾ ചോദിക്കും. കഴുതേനെ അടിച്ചത് പോലും സ്വർഗത്തിൻ്റെ രജിസ്റ്ററായിട്ടുണ്ട്. എന്നിട്ട് ദൈവം ചോദിക്കുക, നീ ആ കഴുതേനെ എന്തിനാ അടിച്ചത്? ആ കഴുത മാറിയില്ലായിരുന്നെങ്കിൽ നിൻ്റെ ജീവിതം തകർന്നു പോകുമായിരുന്നു. ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഈ വചനം ഇന്ന് കേട്ടത്, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തത് ഒരു ഭാഗ്യമാണെന്ന് കരുതുന്നു. ഒരു വഴി, ഒരു നന്മയ്ക്കായി യാത്ര ചെയ്ത് വന്നത്, ഉറങ്ങാതിരുന്നത്, ഇവിടെ നിലത്ത് കിടന്നത്, ഉറങ്ങാൻ പറ്റാതിരുന്നത് എല്ലാം ഒരു സൈഡിൽ ഒത്തിരി ടെൻഷനൊക്കെ തോന്നിക്കാണും. സൗകര്യമില്ലല്ലോ, ഇവിടെ ഒരു നല്ല ബാത്റൂം സൗകര്യമില്ലല്ലോ എന്നൊക്കെ തോന്നിക്കാണും. പക്ഷേ ഈ വചനമൊക്കെ ഇച്ചിരി കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് വന്നേരും ദൈവം ഇന്ന് നിങ്ങളെ ഒരു കഴുതയിലൂടെ കേൾപ്പിച്ചത് ഒരു അനുഗ്രഹമുള്ളൊരു കാര്യമാണ്. ഒരു കഴുതയിലൂടെ നിങ്ങൾ കേട്ടത് ചില ദൈവിക വെളിച്ചങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ട് ചില വഴികളെ തുറന്നതും ചില വഴികളെ അടച്ചതും. പിന്നീട് എനിക്ക് പിടികിട്ടിയിട്ടുണ്ട്, ആ വഴി അടഞ്ഞത് നന്നായി, അത് ഉന്തിത്തള്ളി പോകാഞ്ഞ ദൈവമേ നന്നായല്ലോ, നന്നാകും. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? വഴി തുറക്കുന്ന വഴി അടയ്ക്കുന്ന രണ്ട് പ്രത്യേകതകളെ കണ്ടു. നിങ്ങൾക്ക് എത്രമാത്രം ഇത് മനസ്സിലായി? നിങ്ങൾക്ക് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എൻ്റെ സങ്കടം കാണാൻ ആരാ ഉള്ളേ? നിങ്ങളൊന്ന് കണ്ണുകളടച്ച്, പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ചില അമ്മമാരെ കാണുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലുള്ള ചിലരെ ഓർമ്മ വരാറുണ്ട്. ചില ആളുകൾ ചില സങ്കടം പറഞ്ഞ് കരയുമ്പോൾ ഞാൻ എൻ്റെ സങ്കടങ്ങളെ ഓർത്ത് വിതുമ്പിപ്പോകാറുണ്ട്. നമ്മൾ രണ്ടായിട്ട് നിന്നല്ല ഇവിടെ പ്രസംഗിക്കുന്നത്. ഞാൻ അല്പം കയറ്റപ്പുറമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പ്രസംഗിക്കുന്നതെങ്കിലും നിങ്ങളിൽ ഒരാളായി നിന്നാണ് പ്രസംഗിക്കുന്നത്. ഞാൻ വലിയൊരു പുള്ളിയാണ്, നിങ്ങളെല്ലാം സാധാരണക്കാരാണ്, ആ നിലയിലല്ല പ്രസംഗിക്കുന്നത്. ഇവിടെ നമ്മളൊരു കുടുംബമായി നിന്നുകൊണ്ടാണ്. നിങ്ങളെക്കാൾ യോഗ്യത എനിക്കുള്ളത് കൊണ്ടോ നിങ്ങളെക്കാൾ എന്തൊക്കെയോ പ്രത്യേകത എനിക്കുള്ളത് കൊണ്ടോ അല്ല ഇവിടെ നിൽക്കുന്നത്. അതൊരു ദൈവിക നിയോഗമുള്ളത് കൊണ്ട് മാത്രമാണ്. ഞാനും നിങ്ങളും ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും നമ്മളെല്ലാവരും പെട്ടെന്ന് വാടിപ്പോകുന്ന, പെട്ടെന്ന് സങ്കടം വരുന്ന വെറും പച്ചയായ മനുഷ്യന്മാരാണെന്നേ. ആരാ ഇവിടെ എല്ലാം തികഞ്ഞവർ? ആരാ ഇവിടെ എല്ലാം തികഞ്ഞ വലിയ പുള്ളികൾ? ആരുമില്ല. നമ്മളെല്ലാവരും സാധാരണക്കാർ, വെറും പച്ചയായ മനുഷ്യന്മാർ. ഒരാൾ നമ്മളെ ദേഷ്യത്തോടെ നോക്കിയാൽ മനസ്സ് വേദനിച്ചു പോകും. ഒരാൾ നമ്മളെ അവഗണിച്ചാൽ നമുക്ക് സങ്കടം വരും. ഒരു കഴുതയെ അടിച്ചപ്പോഴും ദൈവം ചോദിച്ചു, ബാലാം നീ എന്തിനാ അതിനെ അടിച്ചത്? അപ്പോൾ കഴുതേനെ അടിച്ചതുപോലും സ്വർഗത്തിൻ്റെ രജിസ്റ്റർ ബുക്കിൽ അത് രജിസ്റ്റർ ആയിട്ടുണ്ട്. നിന്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ചില നന്മകൾ അനുഗ്രഹത്തിനാ. ബാലാമിൻ്റെ കൂടെ പോയത് വലിയ പുള്ളികൾ, പ്രഭുക്കന്മാർ, പ്രമാണിമാർ. പക്ഷെ അവരൊന്നും കണ്ടില്ല. പക്ഷേ ആ മൃഗം കണ്ടു ദൈവത്തിൻ്റെ ദൂതൻ വാളേന്തി നിൽക്കുന്നത്. ഇന്നും അങ്ങനെയാണ്. വലിയ പുള്ളികളെ ഒന്നുമല്ല ദൈവം ചില കാര്യങ്ങളെ കാണിച്ചു കൊടുത്തത്. ചില കാര്യങ്ങൾ ചെയ്തത് പ്രഭുക്കന്മാരും പ്രമാണിമാരുമല്ല, കഴുതകളാണ്. ഞാനും നിങ്ങളും ഒരുപക്ഷെ ദൈവത്തിൻ്റെ കഴുതകളായിട്ടുണ്ടാകാം. ദൈവത്തിൻ്റെ കുറേ അടി നമ്മൾ കൊണ്ടിട്ടുണ്ട്, കുറേയൊക്കെ നമ്മൾ വേദനിച്ചിട്ടുണ്ട്. ഇവിടെ വരാൻ വേണ്ടി പോലും വീട്ടിലുള്ളവർ നമ്മളെ പലരും പറഞ്ഞിട്ടുണ്ട്, എന്തിനാ പോകുന്നേ, എന്തിനാ വരുന്നേ, അവിടെ ദൂരമുണ്ട്, യാത്ര ക്ഷീണമായിട്ട് ഇങ്ങോട്ട് വരണ്ട, എന്തെല്ലാം കാര്യങ്ങൾ കേട്ട് കാണാം. എത്ര പഴി കേട്ടിട്ടുണ്ട്, എത്ര പ്രാവശ്യം നാണം കെട്ടുപോയിട്ടുണ്ട്, എത്രയോ പേരുടെ മുമ്പിൽ ശിരസ് താണിട്ടുണ്ട്. ഇത് സ്വർഗത്തിൻ്റെ പുസ്തകത്തിനകത്ത് രജിസ്റ്റർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്, മിണ്ടപ്രാണിയായ കഴുതനെ ബാലാം നീ എന്തിനാ അടിച്ചത്? നീ എന്തിനാ 3 പ്രാവശ്യം അടിച്ചത്? എൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് ചോദിച്ചു. കണ്ണുകളെ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വഴി തുറക്കുന്നൊരു ദൈവമുണ്ട്. ചില വഴികളെ നമുക്ക് അനുഗ്രഹമാകാത്ത, ഉപകാരമല്ലാത്ത, നന്മയാകാത്ത ചില വഴികൾ നമ്മുടെ ബുദ്ധിക്കുറവ് കൊണ്ട്, വിവേകക്കുറവുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ വഴികളെ അടയ്ക്കുന്ന ദൈവമുണ്ട്. ചേർന്ന് പാടുവോ? എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി, നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി. എന്താ പാടിയത്? എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി, നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി. ഇത് പാട് ശ്രദ്ധിച്ചേ. ഇവിടെ എല്ലാ തോൽവികൾക്കും എന്ന് പറയുമ്പോൾ ഇതിവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി, ഇവിടെ നിൽക്കുന്ന അച്ഛന് വേണ്ടി,
ഇവിടെ നിൽക്കുന്നവർക്ക് വേണ്ടിയൊക്കെ ഈ പാട്ട്. ഇവിടെ എല്ലാവർക്കും ഈ പാട്ട്. എല്ലാ തോൽവികൾക്കും നന്ദി. നമ്മൾ ജയം കിട്ടുമ്പോൾ സാക്ഷ്യം പറയാൻ, നന്ദി പറയാൻ വരുന്നവരാ. പാട്ട് പാടി ആള് പറയുക തോൽവി തന്നതിന് നന്ദി, ആ പ്രശ്നം അങ്ങനെ വന്നുകൊണ്ട് നന്ദി. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പഠിച്ചു. ചില തോൽവികളും വിജയമാണ്. ചില തോൽവികളും പെട്ടെന്നൊന്നും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും അത് വിജയമാണ്. ചിലര് പിണങ്ങിപ്പോയത് നന്നായി, ചിലരങ്ങ് ജീവിതത്തിൽ നിന്ന് അങ്ങ് മാറിപ്പോയത് വലിയ നന്മയ്ക്കാ. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർ പൂവോ ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർ പൂവോ ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം മതി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. കണ്ണുകളൊക്കെ നടച്ച് നിങ്ങൾ എത്ര ആഗ്രഹത്തോടെ ഇതൊക്കെ കേട്ടത്. എത്ര ചെറുപ്പക്കാർ ഇതിനകത്തുണ്ടെന്നറിയാവോ? യുവതി യുവാക്കൾ, എത്ര ചെറുപ്പക്കാർ. അതൊരു അത്ഭുതമല്ലേ? ഇവിടെ ഇരിക്കുന്ന ഓരോ ചെറുപ്പക്കാരെയും നന്ദിയോടെ കാണുവാണ്. അങ്ങനൊന്നും ആരും വരത്തില്ലെന്നേ, അങ്ങനൊന്നും ആരും വരത്തില്ല. എന്തെല്ലാം കാര്യങ്ങൾക്ക് ഓടേണ്ട ആൾക്കാരാ. എത്ര മണിക്കൂറായി ഇവിടെ ഇരിക്കുന്നേ. എത്ര ചെറുപ്പക്കാർ, യുവതി യുവാക്കൾ ഇതിനകത്തുണ്ട്. അവരെ ഓർത്തു ദൈവത്തിന് നന്ദി. അവരെ ബഹുമാനത്തോടെ, റെസ്പെക്റ്റോടെ ഞങ്ങൾ കാണുന്നു. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലരെ എന്നോടൊരു അമ്മ പറയുവാണ്, ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരാളെ കണ്ടിട്ട് വേറൊരമ്മ പറയുക, അതേ പ്രായമുള്ള ഒരു മകൻ എനിക്കുണ്ടച്ചോ, അവൻ ദൈവത്തിൽ നിന്ന് അകലെയാണ്. അവനും ആ മകനെപ്പോലൊക്കെ ഇതേപോലൊന്ന് ഒരു പ്രാവശ്യയിലും ഒന്ന് വന്നായിരുന്നെങ്കിൽ. അപ്പം നമ്മളറിയുന്നില്ല, നമ്മളെ ചിലർ കാണുന്നുണ്ട്, അവരാഗ്രഹിക്കുന്നുണ്ട്. ഇതേ പ്രായമുള്ളൊരു മകൾ എനിക്കും ഉണ്ട്, ഇതേ പ്രായമുള്ളൊരു മകൻ എൻ്റെ വീട്ടിലുമുണ്ട്. അവരൊന്നും ഇതുപോലൊന്നും വരുന്നില്ലല്ലോ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോഴേ ഞാൻ ഇന്ന് വഴി തുറക്കുന്നൊരു ദൈവത്തെക്കുറിച്ചും ചില വഴികളെ ദൈവം അടയ്ക്കുമെന്ന് പറഞ്ഞു. അതിനപ്പുറമായ ഒരു കാര്യം കൂടിയുണ്ട്. ബാലാം സഞ്ചരിച്ചതൊരു കഴുതയുടെ പുറത്താണ്. ബാലാം വിചാരിച്ചില്ല ഈ കഴുതയെ കൊണ്ട് വലിയ ഗുണമുണ്ടാകുമെന്ന്. പക്ഷേ ഒരു വലിയ രക്ഷയുണ്ടായത് ആ കഴുത നിമിത്തമാണ്. ചിലപ്പോൾ നമ്മളെ വിലയില്ലാത്തവരായി പലരും കാണും, നമ്മളെ ചിലപ്പോൾ അടിക്കും. ദൈവത്തിൻ്റെ
ചില മാർഗങ്ങൾ കാണിച്ചു പറയുമ്പോൾ ചിലർ നമ്മളെ ചീത്ത പറയും, ചിലർ നമ്മളെ അടിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നിങ്ങളോട് പറയുവാണ്. ദൈവം എങ്ങനെയാ അറിഞ്ഞേ? ബാലാമനോട് ചോദിച്ചു, നീ കഴുതനെ എന്തിനാ 3 പ്രാവശ്യം അടിച്ചത്? അത് അങ്ങനെയാ സ്വർഗം അറിഞ്ഞത്. ദൈവത്തിൻ്റെ ദൂതന്മാർ ബാലാം 3 പ്രാവശ്യം അടിച്ചു എന്ന്. ആ കഴുതയുടെ സങ്കടം പോലും സ്വർഗത്തിലെ ദൈവം കണ്ടതുകൊണ്ടല്ലേ. ഇവിടെ ഇരിക്കുന്ന ആരും ചെറിയവരല്ല. നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങൾ ചിലപ്പോൾ ഒരു ആർസിക്കാരനായിരിക്കും, യാക്കോബായക്കാരനായിരിക്കും, പെന്തക്കോസ്തക്കാരനായിരിക്കും, മറ്റ് മതത്തിൽപ്പെട്ട ആളായിരിക്കും, ഓർത്തഡോക്സുകാരനായിരിക്കും, മാർത്തോമക്കാരനായിരിക്കും, CSI ആയിരിക്കും. ഏത് മതത്തിൽപ്പെട്ട ഒരാളാകട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴം, എത്ര അടി കൊണ്ടെന്ന്, എത്ര അവഗണിക്കപ്പെട്ടിട്ടുണ്ടെന്ന്, എന്തേരെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ടെന്ന്, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ടെന്ന് ജീവിത പങ്കാളിയെ, ഭർത്താവിനെ, ഭാര്യയ്ക്ക് പോലും അറിയത്തുണ്ടാവില്ല, നമ്മുടെ പിള്ളേർക്ക് പോലും അറിയത്തുണ്ടാവില്ല. പക്ഷേ സ്വർഗത്തിലറിയാം, ദൈവത്തിനറിയാം നിനക്ക് എത്ര അടി കൊണ്ടിട്ടുണ്ട്, എന്തേരെ വിഷമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റ പ്രാവശ്യം കൂടെ പാടുവാണ്, എല്ലാ തോൽവികൾക്കും നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി, നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി, നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി. പിന്നെയോ എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി, നിന്റെ സാന്നിധ്യമറിയാം ഇടയായി. എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി, നിന്റെ സാന്നിധ്യമറിയാം ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർ പൂവോ, ശോധനയിൽ ചോളയതിൽ പൊന്ന പോലെ. അടുത്ത ഭാഗം, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. ശബ്ദമുയർത്തി പറഞ്ഞ്, നിൻ സാന്നിധ്യം, സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം. ആ കരം ഉയർത്തി പറയുമോ? നാഥാ നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. കരങ്ങൾ താഴ്ത്തി, നാഥാ നിൻ സാന്നിധ്യം മതി.